സൗന്ദര്യലഹരി അതെ രണ്ടു തവണ എടുത്തിട്ടുള്ളൂ. ആ, വിജ്ഞാന ഭൈരവതന്ത്രം അങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന അതാണോ എന്നുള്ളൊരു ചിന്ത ഒരുപാട് കാലം ഉണ്ടായിരുന്നു. കാര്യം വിജ്ഞാന ഭൈരവതന്ത്രത്തിന് ധാരാളം ആഴത്തിലുള്ള ഒരു അനുസന്ധാനം ആവശ്യമുള്ള ധാരണകൾ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് അത് ക്ലാസ് ആയിട്ട് എടുക്കുന്ന ഒരു രീതിയിലേക്ക് കഴിഞ്ഞ തവണ മാറ്റി അതിനെ ക്ലാസ് എടുത്തത്. അപ്പൊ അത് ഒരുപാട് പേര് പങ്കെടുത്തു. ധാരാളം പേര് ഒരുപാട് അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ആ യാത്ര ആരംഭിക്കുകയാണ്. ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് വിജ്ഞാന ഭൈരവതന്ത്രം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം, എല്ലാ ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും ആദ്യത്തെയും ഒടുവിലത്തെയും ലക്ഷ്യം താൻ ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലെ? എല്ലാവരും പറയും അവനവന്റെ പൊരുളിനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അവനവൻ ആരാണെന്ന് അറിയാനാണ്. പലപ്പോഴും എനിക്ക് ചിലപ്പം പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും പല ആധ്യാത്മിക ആളുകളെയും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് മറ്റുള്ളവർ ആരാണെന്ന് അറിയാനാണ് ഇവര് ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവനവൻ ആരാണെന്ന് അറിഞ്ഞ ഒരാൾക്ക് മറ്റുള്ളവനില്ല. ഞാൻ ക്ലാസ്സിൽ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആനന്ദമയി അമ്മ ഇരിക്കുന്ന സമയത്ത് അമ്മ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുമായിരുന്നു അത്രേ. ആ സമയത്ത് അമ്മയോട് ആരോ ചോദിച്ചു, അമ്മ ഹൗ ക്യാൻ യു റീഡ് അതേഴ്സ് മൈൻഡ്സ്, എങ്ങനെ അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നു? അമ്മയുടെ മറുപടി വേർ ആർ അതേഴ്സ് എന്നാണ്. എവിടെയാണ് മറ്റുള്ളവർ എന്നാണ്. മറ്റുള്ളവർ എവിടെ? മറ്റുള്ളവരില്ലാത്തടത്ത് പൂർണ്ണമായ അദ്വൈതം സംഭവിച്ചു. അതൊരു വലിയൊരു ഒരു പൊരുളാണ്. വിജ്ഞാന ഭൈരവ തന്ത്രം വാസ്തവത്തിൽ നമ്മെ ഏത് അവസ്ഥയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടായ ധാരാളം ധാരണകളുണ്ട്. അത് ധാരണയിൽ പറഞ്ഞിരിക്കും. ധാരണ ഇപ്പൊ സൗന്ദര്യലഹരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥവും അതിന്റെ പ്രയോഗവും ഒക്കെ പറയുമ്പോൾ അതിന്റെ ഫലശ്രുതിയായിട്ട് ഇന്നതാണ് ഇതിന്റെ എന്താ ഫലം എന്ന് പറയും. അല്ലെ? ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് പോലെയാണ് അതിന്റെ ഫലം എന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മൾ അത് ചെയ്തു നോക്കുമ്പോൾ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ എത്രയോ മൂല്യവത്തായ ഒരു ഫലത്തെയാണ് അത് നമുക്ക് തരിക. അല്ലെ? എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിലും എത്രയോ മൂല്യവത്തായ ഫലം. ഉദാഹരണം പറയാം. ധനമുണ്ടാവണമെന്നാണ് ഒരു ശ്ലോകത്തിന്റെ ഫലശ്രുതി എങ്കിൽ, അതിന്റെ പ്രാക്ടീസിന്റെ ഫലശ്രുതി എങ്കിൽ, നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ധനം ഒരിക്കലും നിലയ്ക്കാത്ത വണ്ണമുള്ള മൂല്യവത്തായിട്ടുള്ള ഒരാളായി മാറുകയാണ് യഥാർത്ഥത്തിലുള്ള അതിന്റെ ഫലം എന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെയാണോ ഐശ്വര്യം പിന്തുടരുന്നത് ആ വ്യക്തിയായി മാറാനാണ് അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം. വിജ്ഞാന ഭൈരവതന്ത്രത്തിന് എന്നാൽ 112 ധാരണകളുണ്ട്. 112 ധാരണകൾക്കും ഒരൊറ്റ ലക്ഷ്യമുണ്ട്, അത് ശിവനായി മാറുക എന്നുള്ളത്. ശിവത്വം അറിയുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ശിവനായി മാറുക എന്ന് ചോദിക്കുന്ന സമയത്ത്, ആളുകൾ പറയുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും ചിന്തിക്കും തൃക്കണ്ണ് വരികയാണോ, അല്ലെങ്കിൽ ശൂലം പിടിച്ച് നടക്കുകയാണോ, അല്ലെങ്കിൽ കഴുത്തിലൊരു പാമ്പിനെടുത്ത് ഇട്ട് നടക്കുകയാണോ, മേലൊക്കെ ചുടലഭസ്മം വാരി പൂശുകയാണോ, ഏതാണ് ഈ ശിവൻ? ഇതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യമാണ്. ആ ചോദ്യമാണ് ഭൈരവി വിജ്ഞാന ഭൈരവത്തിന്റെ തുടക്കത്തിൽ ഭൈരവനോട് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് രുദ്രയാമള തന്ത്രമായിട്ടുള്ള അതൊരു ആഗമാണ്. ആഗമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞതാണ് ആഗമം. ഭഗവതി ഭഗവാനോട് പറഞ്ഞതുകൊണ്ട് അത് നിഗമ. അതിന് നിഗമം എന്ന് പറയാം. അപ്പൊ അതാണ് ആഗമ നിഗമങ്ങൾ. അപ്പൊ പലപ്പോഴും ദേവി ഭൈരവിയുടെ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ഥാനത്തെ എടുത്തിട്ടുണ്ട്. ആ സ്ഥാനം എന്താണെന്ന് അറിയോ? ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടി. എല്ലാ ചോദ്യം ഇങ്ങനെ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ആദ്യ കാലത്ത് നമ്മൾ ശാക്തേയരാണല്ലോ. ശാക്തേയരായതുകൊണ്ട് ദേവി ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ശൈവ ടെക്സ്റ്റുകളിലേക്കും ശാക്ത ടെക്സ്റ്റുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദേവി ഇത്ര കോഴിക്കോട് ഭാഷ പറഞ്ഞ ഇത്ര എന്താണോ എന്ന് ആലോചിക്കും നമ്മള്. മൊയന്ത് പറഞ്ഞാൽ വിഡ്ഢി എന്നാട്ടോ അർത്ഥം. ഇനി മലബാർ ഡിക്ഷണറിയിൽ വിഡ്ഢി എന്ന് അതിന്റെ അർത്ഥം. ശരി, വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പൊ ദേവി ഇത്ര വിഡ്ഢിയാണോ? ദേവിക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? ദേവി ഒക്കെ ശിവനോട് ചോദിക്കാൻ നിൽക്കണോ എന്ന്. ഏത് നമ്മൾ സൗന്ദര്യലഹരിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലൗഹിത്യ നിർജിത ജപാകുസുമ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശിവന്റെ വെളുപ്പിനെ കൂടെ അപഹരിച്ചിരിക്കുന്ന ദേവി.
ശിവന്റെ വെളുപ്പിനെ കൂടെ അപഹരിച്ച് ചുവപ്പ് മാത്രമേ കാണാനുള്ളൂ. അങ്ങനെയുള്ള ദേവി ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ദേവിക്ക് ഇത് അറിഞ്ഞൂടെ എന്നുള്ള ഒരു സംശയം സാധാരണ നിലയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പല ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ. ഇവിടെ പലപ്പോഴും ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, അർജുനനോടല്ല കൃഷ്ണൻ പറയുന്നത്, നമ്മളോടാണെന്നാണ്. നമ്മളാണ് അർജുനന്റെ സ്ഥാനത്ത്. അർജുന വിഷാദ യോഗത്തിലുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരുമാണ് ജീവിതത്തിന്റെ പലവിധ സമരങ്ങളിൽ പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അർജുനനോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എടാ ഞാൻ നോക്കിക്കോളാം, അടിച്ചോ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. കൃഷ്ണന്റെ ഒരു ഉറപ്പ് മാത്രമേ അവിടെ വേണ്ടുള്ളൂ. അതിന് ഈ 18 അധ്യായങ്ങളിലും 700 ചില്ലാൻ ശ്ലോകങ്ങളൊന്നും ചൊല്ലേണ്ട ആവശ്യം അവിടുന്ന് ഇല്ല, അല്ലേ? അപ്പം അത് ആരോടാ? നമ്മളോടാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത നമ്മളോടാണ് ഇത് ഇത്രയും ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ പറഞ്ഞത്. അതാണ് അവസാനം പറഞ്ഞത്, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി യഥേച്ഛസി തഥാ ഗുരു, അവനാന്റെ ബുദ്ധിക്കും ബോധത്തിനും അനുസരിച്ച് നീ പ്രവർത്തിച്ചോ. അല്ല, അത് ഈശ്വരന്മാർക്ക് അങ്ങനെ ഒരു രീതി ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ചെറിയ ഡീവിയേഷൻ ആട്ടോ വിഷയത്തിൽ നിന്ന്. എന്നാലും നമ്മുടെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പം, അതായത് ഈ ആ, സത്യയുഗത്തില് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മത്സ്യമായി വന്നു. എന്നിട്ട് ധർമ്മം പുനഃസ്ഥാപിച്ച് നമ്മുടെ കയ്യിൽ തന്നു. അങ്ങോട്ട് തിരിച്ചു പോകാൻ സമയം കൊടുത്തില്ല, അതിനു മുമ്പേ ധർമ്മം കളഞ്ഞു. അപ്പൊ പിന്നെ കൂർമ്മമായിട്ട് വന്നിട്ട് അതെടുത്ത് പുനഃസ്ഥാപിച്ച് കൈ കൊടുത്തു. അപ്പോഴേക്ക് ഹിരണ്യാക്ഷം വന്നിട്ട് വീണ്ടും, അയ്യോ ഹിരണ്യാക്ഷം വന്നേ, ഞങ്ങളെ തല്ലുന്നേ, ശിഷ്ടന്മാരിങ്ങനെ നിലവിളിക്കുക, ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് ഹിരണ്യാക്ഷന്റെ അടുത്ത് ധർമ്മം പുനഃസ്ഥാപിച്ച് വരാഹമൂർത്തി തിരിച്ചു വന്നു. അപ്പോഴേക്ക് ഹിരണ്യകശിപു കൊണ്ടുപോയി. അങ്ങനെ ഹിരണ്യകശിപു വന്നിട്ട് ആ ഈ പ്രശ്നം, ഹിരണ്യകശിപുവിനെ തൂണൊക്കെ പിളർന്ന് വന്ന് ഇതുവരെ കാണാത്ത ടെറർ സ്വഭാവത്തിലൊക്കെ മഹാവിഷ്ണു വന്ന്, അല്ലേ, ആൾക്കാരെ നാട്ടുകാരെയൊക്കെ പേടിപ്പിച്ച് ആകെ ബഹളം ഉണ്ടാക്കി ഈ ധർമ്മം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേ വാമനനായി. അങ്ങനെ നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ വരെയുള്ള അവതാരങ്ങൾ എടുക്കുമ്പോൾ ഞാനാണ് ആ പണിക്കൂല. കാരണം ഇത്രയും കാലം ഈ ധർമ്മം പുനഃസ്ഥാപിച്ച് കൈ കൊടുത്തിട്ടും നോക്കാൻ പറ്റാത്ത നിങ്ങള് ഇനിയും ഭഗവാൻ വരും വരും എന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്നൊരു ചോദ്യം. ഇനി പറയുന്നുണ്ട് കൽക്കി വരാൻ പോകുന്നുണ്ട്, അതിനി അത് ആലോചിച്ചിരിക്കുക നമ്മള്. കൽക്കി വരട്ടെ, എന്നിട്ട് രക്ഷിക്കും നമ്മളെ. അപ്പൊ നമുക്ക് ഒരു ഈശ്വരനെ കാത്തിരിക്കുക, ഒരു മിശിഹാനെ കാത്തിരിക്കുക. പല ധർമ്മങ്ങളിലും ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. ഹിന്ദുക്കൾക്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. മറ്റുള്ളവരെ കുറ്റം പറയുമ്പം അവനാന്റെ കാര്യം കൂടി പറയണല്ലോ. അപ്പൊ ഈ ജൂതന്മാര് കത്ത് കൊടുക്കുന്ന സമയത്ത് പറയും, ഞായറാഴ്ച കല്യാണം എന്ന സ്ഥലത്ത് വെച്ചിട്ട് അടിയിൽ എഴുതൂ, ഈ INRI എന്നൊക്കെ എഴുതുന്ന പോലത്തെ ഒരു ഷോർട്ട് ഫോമിൽ എഴുതും അവര്. എന്താ വാക്ക് ഞാൻ മറന്നുപോയി. അതിലിങ്ങനെ പറയും, മിശിഹ വന്നാൽ തീയതിക്ക് മാറ്റണ്ടാവുന്നു കല്യാണത്തിന്. അഥവാ ഏത് നിമിഷവും മിശിഹ വരും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഏത് നിമിഷവും വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. യേശു വന്ന സമയത്ത് ചോദിച്ച് ഇവര് വിചാരിക്കുന്നുണ്ട്, ഇതാണോ മിശിഹ, അതാണോ? പിന്നെ അവർക്ക് തോന്നി ഇതല്ലാന്ന്. അങ്ങനെ യേശുവിനെ അവർ അംഗീകരിക്കാതെ ജൂതന്മാർ, അതാണല്ലോ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള പ്രശ്നം. നോക്കൂ, ഇതല്ല മിശിഹ, ഞങ്ങളെ മിശിഹ അങ്ങനെയല്ല എന്ന് പറയാൻ തുടങ്ങിയവര്. അത് ഞങ്ങളെ മിശിഹ വേറെ എന്തോ ഒരു മിശിഹയാണ് എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. ക്രിസ്തു വന്ന സമയത്ത് ക്രിസ്തു പറഞ്ഞു ഞാനാണ് അത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇവർ കേട്ടില്ല. ആലോചിച്ച് നോക്കൂ. അതേപോലെ കൽക്കി വരാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പൊ ഈശ്വരൻ ഇങ്ങനെ ധർമ്മ പുനഃസ്ഥാപനത്തിനായിട്ട് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ധർമ്മം പുനഃസ്ഥാപിച്ച് തരണം. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഏതാണ് ഈ നമ്മള്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഇവിടെ എനിക്കും സ്വാഭാവികമായിട്ടും വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട്, വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ വൈഷ്ണവരുണ്ട്, ക്ഷമിക്കണേ, സത്യം പറയാണ്. അപ്പൊ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അവിടെ ഈ വിഷ്ണു ആയി മാറലില്ല. വിഷ്ണോഹം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. വിഷ്ണു ആയി മാറലില്ല. വിഷ്ണു പാർഷദനാവാം. വിഷ്ണു പാർഷദനാവാം. നിങ്ങൾക്ക് വൈകുണ്ഠത്തിൽ പോവാ, നിങ്ങൾക്ക് മഞ്ഞ കുപ്പായ ഇടാം, 4 കൈ വെക്കാം, പിന്നെ നീല കളറ് കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ അതൊരു ഫാൻസി ഡ്രസ്സാ, വിഷ്ണു അല്ല. ലുക്സ് ലൈക്ക് വിഷ്ണു. മനസ്സിലായോ? വിഷ്ണുവിനെ പോലെ വിഷ്ണുവായി മാറാൻ പറ്റില്ല. ഒരു സംവിധാനത്തിലും വിഷ്ണുവായി മാറാൻ പറ്റില്ല. അവരുടെ ഒരു സമ്പ്രദായത്തിലും വിഷ്ണുവായി മാറാൻ പറ്റില്ല. അപ്പൊ അതേപോലെ അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ? ആർത്തരെ, ദീനരെ രക്ഷിക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു പോയിന്റാണ്. ഒരു മിശിഹ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു സേവിയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ചോദ്യം, സേവിയർ എപ്പോഴും വരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്.
അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടതെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്ന് വെച്ചാൽ അർജുനന് വേണ്ടിയിട്ടല്ല, അർജുനൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട്. ഇതേ കാഴ്ചപ്പാടിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഗീത ഒരു ഉപനിഷത്തായിട്ട് കണക്കാക്കാറുണ്ട്, അല്ലെ? എന്തുകൊണ്ട്? അർജുനൻ താഴെ ഇരിക്കുന്നു, കൃഷ്ണൻ മുകളിൽ നിന്ന് പറയുന്നു. ഒരു തരത്തിലെ ആഗമാണത്, മുകളിൽ നിന്ന് താഴേക്ക് വരിക. പക്ഷെ അത് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, നമുക്കൊക്കെ വേണ്ടിയിട്ടാണോ അപ്പം ഭൈരവി ഈ ചോദ്യം ചോദിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വിജ്ഞാന ഭൈരവ തന്ത്രത്തിന്റെ തുടക്കത്തിൽ ഭൈരവി ചോദിച്ചാൽ ഭൈരവ ശാസ്ത്രങ്ങളുടെ പൊരുള് തന്നെ ഇല്ലാതെ പോലെ. കാരണം ഭൈരവ ശാസ്ത്രങ്ങളുടെ പൊരുൾ എന്താ? നമ്മളും ശിവനും വേറല്ല. മനസ്സിലായോ? നമ്മളും ശിവനും വേറെയല്ല. വേറെയല്ലെങ്കിൽ വേറെയായ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. വേറെയുള്ള ഏതോ ഒരാൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ദ്വൈതായിപ്പോയി. ഇത് പരിപൂർണമായ അഭേദത്തെ സംസാരിക്കുന്ന ശാസ്ത്രമാണ് ഭൈരവ തന്ത്രങ്ങൾ. ശിവന്റെ അഭേദത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന തന്ത്രങ്ങളാണ് ഭൈരവ തന്ത്രങ്ങൾ. ശിവന്റെ ഭേദാഭേദാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന തന്ത്രങ്ങളാണ് രുദ്ര തന്ത്രങ്ങൾ. ശിവന്റെ ഭേദാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന തന്ത്രങ്ങളാണ് ശിവതന്ത്രങ്ങൾ. ഭൈരവ തന്ത്രങ്ങൾ 64 ഉണ്ട്. അതിലാണ് വിജ്ഞാന ഭൈരവ തന്ത്രം വരുന്നത്. ശിവതന്ത്രങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. രുദ്രതന്ത്രങ്ങൾ 18 എണ്ണം ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അങ്ങനെ ഭേദാഭേദം, ഭേദം, അതായത് ശിവനും ഞാനും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നതാണ് ഭേദം. നേരത്തെ പറഞ്ഞ വൈഷ്ണവ സങ്കല്പം പോലെ വിഷ്ണുവും ഞാനും വേറെ. വിഷ്ണു ഉണ്ട്, ഞാനുണ്ട്. വിഷ്ണു ആരാണ്? എൻ്റെ ഭഗവാനാണ്. ഞാൻ ആരാണ്? ഞാൻ ദാസനാണ്, ഭക്തനാണ്. ഇതേപോലെ ശൈവർക്കുണ്ട്. എങ്ങനെ? ശിവന്റെ ശിവൻ എൻ്റെ ഭഗവാനാണ്. ഞാൻ ആരാണ്? ഞാൻ ശിവദാസനാണ്, ശിവന്റെ ദാസനാണ്. എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ശിവലോകപ്രാപ്തി കിട്ടും. എന്നിട്ട് ആരാവും ഞാൻ? ഞാൻ ആ ശൈവ ഗണങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറും, വിഷ്ണു പാർഷദന്മാരെ പോലെ. അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, ശൈവർക്കുണ്ട്. രുദ്രതന്ത്രങ്ങളിലോ? രുദ്രതന്ത്രങ്ങൾ ശിവതുല്യോ ജായതേ, ഞാൻ ശിവ തുല്യനായി ജനിക്കും. എന്ന് വെച്ചാ ഞാൻ ശിവനല്ല, ലുക്ക് ലൈക്ക് ശിവ. മനസ്സിലായോ? ലുക്ക് ലൈക്ക് ശിവ. അപ്പൊ അങ്ങനെ ലുക്ക് ലൈക്ക് ശിവ ആയി കഴിഞ്ഞാലോ എനിക്ക് ആ ശിവനായിരിക്കുന്ന സമയത്ത് ഞാൻ ഭരിക്കുന്ന ലോകങ്ങളുണ്ട്. ആ ലോകത്തെ പരമശിവൻ ആ ലോകത്തിൽ ഇടപെടുന്നില്ല, മറ്റ് ശിവന്മാരും ഇടപെടുന്നില്ല. അപ്പൊ ഞാനൊരു ശിവൻ, അരുൺകുമാർജി ഒരു ശിവൻ, സത്യനാരായണൻജി ഒരു ശിവൻ, ഞങ്ങൾക്കൊക്കെ ഓരോരോരോ ലോകമാണ്. ഞാൻ രാമാനന്ദ ശിവൻ പോയിട്ട് സത്യനാരായണൻ ശിവന്റെ അടുത്ത് ഇടപെടുന്നില്ല. പരമശിവൻ വന്നിട്ട് ഞങ്ങളെ രണ്ടു കാര്യത്തിൽ ഇടപെടുന്നില്ല. ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഞാനിത് ജനറൽ ആയിട്ട് പറയുകയാണെ, സിമ്പിൾ ആയിട്ട് പറയാട്ടോ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. നിങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട് വെറുതെ മനസ്സിലാക്കിയാൽ മതി, പിന്നെ നമുക്ക് ആഴത്തിലേക്ക് പോവാം. അങ്ങനെ ചെയ്യാം, അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പൊ രുദ്രതന്ത്രങ്ങൾ അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഭൈരവതന്ത്രം എന്താ പറയുന്നത്? ഭൈരവോഹം, ഞാൻ ഭൈരവനാണ്, അതിൽ കുറഞ്ഞ ഒരു കാര്യമില്ല. അതുകൊണ്ട് ശക്തി ചോദിക്കുന്ന ചോദ്യം ഭൈരവ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം എന്ത് എന്നാ. അപ്പൊ പുറത്തുനിന്നൊരു കാണി ആ ചോദ്യത്തിന് ഉത്തരം, അല്ലെ? നമ്മളൊരു കാണിയാണ്, നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു കാണിയാണ്, നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഇപ്പൊ ശിവൻ ഇതിന് ഉത്തരം പറയും. അപ്പം മനസ്സിലാവും എന്താണ് ശിവന്റെ യഥാർത്ഥ സ്വരൂപം. പക്ഷെ വിജ്ഞാന ഭൈരവ തന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കാണിയല്ല നമ്മള്. ആ ഭഗവതിയുടെ ചോദ്യം നമ്മയാണ് ഇങ്ങനെ ഒന്ന് ഇളക്കിയത്. എന്തിനിളക്കി? നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ യഥാർത്ഥ സ്വരൂപം എന്ത്? ആ ചോദ്യം നമ്മൾ ഓരോരുത്തരോടാ. നീ മറന്നുപോയ നിന്റെ യഥാർത്ഥ സ്വരൂപം എന്താ? ഇതാണ് ക്വസ്റ്റ്യൻ. ആരാ ചോദിക്കുന്നത്? അകമേ ഇരിക്കുന്ന പ്രാണശക്തി. അകമേ ഇരിക്കുന്ന ശക്തി നമ്മളോട് ചോദിക്കുകയാണ്. അതൊരു ഗ്രന്ഥരൂപത്തിലാകുമ്പോൾ നമ്മൾ പുറത്ത് രണ്ടാൾക്കാരെ, രണ്ട് കഥാപാത്രങ്ങളെ പോലെ കാണുക. എ ബിയോട് ചോദിച്ചു, അല്ല. അത് ആരോടാ ചോദ്യം? എന്നോട്, എൻ്റെ അകത്തിരിക്കുന്ന ബോധം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൂ ആർ യു? നിന്റെ യഥാർത്ഥ സ്വരൂപം എന്ത്?
എന്ന് രുദ്രയാമള തന്ത്രത്തിന്റെ തുടക്കത്തിൽ, ഈ പറയുന്ന ഭാഗത്ത് വിജ്ഞാനപരവ തന്ത്രത്തിന്റെ തുടക്കത്തിൽ ശക്തി ശിവനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് 112 ധാരണ. അപ്പൊ 112 ധാരണ, അപ്പൊ എന്തിനാ 112 ധാരണകൾ പറഞ്ഞിരിക്കുന്നത്? ഒന്നങ്ങാനും പറഞ്ഞാൽ പോരെ? സ്വയം സ്വബോധം തിരിച്ചു കിട്ടുന്ന ഒരു ധാരണ പോലെ, സ്വബോധം തിരിച്ചു കിട്ടുന്ന ഒരു ധാരണ പോലെ, അങ്ങനെയല്ല. ആ 112 ഒരു മിസ്റ്റിക് നമ്പറാണ്. നമ്മൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു മിസ്റ്റിക് നമ്പറാണ്. വൈ 112? വിവിധങ്ങളായിട്ടുള്ള പ്രാകാരത്തിൽ വന്ന് പിറന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമായി സ്വസ്വരൂപത്തെ മറന്നുപോയ ശിവന്മാർക്ക് സ്വസ്വരൂപത്തെ അനുഭവിക്കാനുള്ള 112 ടെക്നിക്സ്. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ശക്തി അതിൽ ചോദിക്കുന്നുണ്ട്, നീ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ജയദ്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ, നീ ആ തന്ത്രം ഉണ്ടാക്കിയല്ലോ, ഈ തന്ത്രം ഉണ്ടാക്കിയല്ലോ, രുദ്രയാമള തന്ത്രം തന്നെ ഉണ്ടാക്കിയല്ലോ. അപ്പം ശിവൻ പറയുന്നുണ്ട്, അതൊക്കെ അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഗന്ധർവ നഗര ഭ്രമം കണക്കാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചു. ഗന്ധർവ നഗര ഭ്രമം കണക്കെയാണ്. എന്താ ഗന്ധർവ നഗര ഭ്രമം? നമ്മൾ രാവിലെ എണീറ്റ് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത്, മോർണിംഗ്, ആ വെയിൽ മുകളിലേക്ക് ആകാശത്തേക്ക് സൂര്യന്റെ അല്ലെ കാർക്കശ്യത്തോടു കൂടെയുള്ള തിരിച്ചുള്ള നോട്ടം ഏൽക്കാത്ത പോലെ നോക്കണമെങ്കിൽ രാവിലെ നോക്കണം. രാവിലെ നോക്കുമ്പോൾ പിന്നെ മനസ്സൊന്ന് തെളിമയോടെ ഇരിക്കും. ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മേഘജാലങ്ങൾ ഇങ്ങനെ കടന്നു പോകും. മേഘജാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ മലർന്ന് കടന്ന് വല്ല പാറപ്പുറത്തുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു അത്. ജെ.എൻ.യുവിൽ പഠിക്കുമ്പോൾ എൻ്റെ വൈകുന്നേരം ടെറസിന്റെ മുകളിൽ പോയിട്ട് ഈ ആകാശധ്യാനം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ ആകാശധ്യാനം ഉണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതിൽ ഈ പല 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 രൂപങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലതും കാണും. ഇന്ത്യ കാണും, അമേരിക്ക കാണും, ഇപ്പൊ ഇറാൻ കാണും, അഫ്ഗാനിസ്ഥാൻ കാണും, ഇപ്പൊ പലതും കാണും ആൾക്കാർ, അല്ലേ? അല്ലെ, ഗൾഫിലുള്ള ആൾക്കാർ എന്താ കാണുന്നത് ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ എന്താ ആകാശത്തേക്ക് നോക്കിയാ കാണുന്നത്? പണ്ടൊക്കെ മേഘം കാണാറുണ്ടായിരുന്നു, ഇപ്പൊ തീമഴ പെയ്തോണ്ടിരിക്കുകയാണ്, അല്ലേ? ഇതൊരു കഷ്ടമാണ്, ആലോചിച്ചു. അങ്ങനെ പലതും കാണും. കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയും, നോക്കൂ ഒരു മാൻ ചാടുന്നുണ്ടോ? അപ്പൊ അയാൾ നോക്കിയിട്ടുണ്ട്, മാനോ? എവിടെ മാൻ? ഇതാ അതങ്ങനെ നോക്കി നോക്കും, ഒരു മാനിനെ പോലെ ചെയ്ത്. അപ്പൊ അയാൾ നോക്കിയിട്ട് പറയാ, അത് ഒരു പന്നിയല്ലേ? അപ്പൊ നമ്മൾ പറയും, അത് പന്നിയല്ല, നോക്ക് അതിന്റെ ചെവി നോക്ക്, അതിന്റെ ചെവി ഇങ്ങനെയല്ലേ, അതിന്റെ മുഖം ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയില്ലേ? അപ്പൊ അയാൾ പറയാം, അല്ലല്ല എനിക്ക് പന്നീനെ പോലെ വന്നു. അന്നാ ആയിക്കോട്ടെ, പന്നി എങ്കിൽ പന്നി എന്ന് പറയും. ചിലപ്പോ നമ്മൾ പറയും, ഇതിങ്ങനെ ഒരു കൊട്ടാരം പോലെ, വെറുതെ ഭയങ്കര രസാത് ആലോചിച്ചിരിക്കും. ഒരു കൊട്ടാരം പോലെ മേഘജാലങ്ങൾക്കിടയിൽ കൊട്ടാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ വസിക്കുന്നുണ്ട്. ദേവന്മാരൊക്കെ ഉണ്ട്, ഗന്ധർവന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, യക്ഷ കിന്നര ചാരണ സമൂഹങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അവരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കാൻ ഭയങ്കര രസമാണ്. ഇതാണ് ഈ ക്ലൗഡ് കാസിലാണ്. സത്യമല്ല, അത് ഭ്രമാത്മകമായ ഒരു കാഴ്ച മാത്രമാണ്. നമുക്കിങ്ങനെ തോന്നുക അത് ഇതുണ്ടെന്ന്. അതുപോലെയാണ് മറ്റു തന്ത്രങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അല്പബുദ്ധികൾക്ക് ഇങ്ങനെ ഭ്രമിക്കാനുള്ള ഓരോ കാര്യം. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടില്ലേ? ശബ്ദജാലം മഹാരണ്യം ചിത്ത ഭ്രമണ കാരണം. ഭയങ്കര ശബ്ദജാലാണ്. കണ്ട ഞാൻ ഞെട്ടിപ്പോവും നമ്മള്. ഭീകരമായിട്ടുള്ള മന്ത്രങ്ങളും അതും അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താ? ചിത്തഭ്രമണ കാരണം. തല ചുറ്റിപ്പോവും കണ്ടു കഴിഞ്ഞാൽ. യഥാർത്ഥത്തിൽ എന്താ വേണ്ടതെന്ന് ഭജഗോവിന്ദം സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഭജഗോവിന്ദം 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 മൂഢമതേ, അല്ലെ? ഭജഗോവിന്ദം മൂഢമതേ. ഹൃദയത്തിലാണ് ഭക്തി ഇരിക്കുന്നത്, അല്ലെ? ഹൃദയത്തിലാണ് ഭക്തി ഇരിക്കുന്നത്. ഹൃദയ തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൂടുമാറാൻ പഠിച്ചാൽ മാത്രമേ ഈശ്വരനായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പുണ്ടാക്കാൻ പറ്റൂ. തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൂടുമാറാത്തവൻ ഈശ്വരനെ എങ്ങനെ സ്കെയിൽ വെച്ച് അളക്കാൻ നോക്കും. അതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, ഇങ്ങനെയാണോ? അതിന് അഥവാ ഈശ്വരന് യഥാർത്ഥത്തിൽ വന്ന ID കാർഡ് കാണിക്കാൻ പറയും. റാഷണൽ ആയിട്ട് നിങ്ങൾ ആധാർ കാർഡ് കാണിക്കി, നിങ്ങൾ വിഷ്ണു ആണെന്ന് ഇപ്പൊ എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിക്കും നമ്മളോട്. അത്ര നമ്മൾ അവിശ്വാസിയായി പോവുക. അങ്ങനെ അവിശ്വാസി അല്ലാത്തൊരു, നമ്മൾ അവിശ്വാസികളാണ്, സത്യത്തിൽ വിശ്വാസികളല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശ്വരൻ ഉണ്ടെന്ന് അവിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അല്ലേ? യഥാർത്ഥത്തിൽ ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാള് ആ പേര് പോലും ഉച്ചരിക്കുന്നില്ല. എന്തിനാ ഉച്ചരിക്കേണ്ട കാര്യം? ഞാൻ രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് വായു ഉണ്ട് കേട്ടോ ഞാൻ വിശ്വസിക്കണ്ടേ, വായു ഉണ്ട് കേട്ടോ ഞാൻ വിശ്വസിക്കണ്ടേ, വായു ഉണ്ട് കേട്ടോ ഞാൻ വിശ്വസിക്കണ്ടേ എന്ന് പറയുന്നുണ്ടോ?
നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ വായു ഞാൻ ശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ വെളിച്ചം കൊണ്ട് ഞാൻ കാണുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ വെള്ളം കുടിച്ചിട്ട് ദാഹം മാറി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമയാഥാർത്ഥ്യമായി നിലനിൽക്കുകയല്ലേ. അതിലൊക്കെ നമുക്ക് വിശ്വാസമാണോ? കൺവിക്ഷൻ അല്ലേ? ഇതെല്ലാം കൺവിക്ഷനാണ്. ഇതൊന്നും വിശ്വാസത്തിന്റെ വിഷയമല്ല. പക്ഷേ നമ്മൾ തലച്ചോറിൽ ഇരിക്കുന്ന സമയത്ത് അവിശ്വാസാണ്. ഈശ്വരൻ ഉണ്ടോ ഇല്ല ഒരു ഡൗട്ടാണ്, ഉറപ്പൊന്നുമില്ല. ചെയ്തു നോക്കാം, ഉണ്ടോ നോക്കാം. അല്ലേ? നസറുദ്ദീൻ ഹോജ പറഞ്ഞ പോലെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോവില്ല, ഇടവിട്ട വെള്ളിയാഴ്ച മാത്രമേ പള്ളി പോകുള്ളൂ. മുക്രി ചോദിച്ചു, എന്താ അത് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വരാത്തത്? അപ്പൊ പറഞ്ഞു, അത് ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇപ്പൊ സമയം മെനക്കെടുത്തുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ വരണ്ടല്ലോ, സ്ഥിരമായിട്ട് വരാതിരുന്നൂടെ? അല്ല, ഇനിയിപ്പോ അഥവാ ഉണ്ടെങ്കിലും നമ്മൾ ഫുള്ളായി പോരുത്തല്ലോ. അതാണ് നമ്മളെ നിലപാട്, അല്ലേ? ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അവിശ്വാസമാണ് മുന്നിൽ നിൽക്കുന്നത്, വിശ്വാസമല്ല. എന്നിട്ട് നമ്മൾ വിശ്വാസികളാന്ന് പറയും ചെയ്യും. ഞങ്ങളൊക്കെ വിശ്വാസികളാണ്. എന്ത് വിശ്വാസികൾ? ഒരു വിശ്വാസവും ഇല്ല, ചുമ്മാതാണ്. വിശ്വസിക്കേണ്ട ആവശ്യം പോലും ഇല്ല. വിജ്ഞാന ഭൈരവതന്ത്രത്തിന്റെ മാർഗം വിശ്വാസത്തിന്റെ മാർഗമേ അല്ല. വിശ്വാസത്തിന്റെ മാർഗം നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നിടത്ത് തന്നെ അവിശ്വാസത്തിന്റെ കണി കണ്ട് നിങ്ങൾ ഇത് വിശ്വസിക്കണം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെന്നല്ലേ? അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താ? ഏതെങ്കിലും അമ്മ കുട്ടീനെ കാണിച്ചിട്ട് കുട്ടിയോട് പറയുന്നുണ്ടോ, ഇത് നിന്റെ അച്ഛനാണെന്ന് നീ വിശ്വസിക്കണം? അങ്ങനെ പറഞ്ഞാൽ എന്തോ സംശയമുണ്ട്, അതോ ഉറപ്പല്ല, അല്ലേ? അങ്ങനെ എങ്ങനെ ഒരു തവണ പറഞ്ഞാൽ നമ്മൾ അതെന്താ അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെയല്ലേ എന്ന് നമ്മൾ ചോദിക്കൂല്ലേ? ഒരു അമ്മയും ഒരു കുട്ടീനോട് അച്ഛനാണെന്ന് വിശ്വസിക്കാൻ പറയുന്നുണ്ടോ? പിന്നെ എന്തിനാ ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ ആരെയും പറയുന്നു? ആരും പറയേണ്ട കാര്യമില്ല. വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്നത് അത് ബോധ്യപ്പെടാനാണ്. മറ്റു തന്ത്രങ്ങളൊക്കെ നിങ്ങളെ വിശ്വാസിയാക്കണം. മറ്റു തന്ത്രങ്ങളല്ല, മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും കുറിച്ച് പറയാം. വിശ്വാസിയാക്കാൻ ശ്രമിക്കുമ്പോൾ വിജ്ഞാന ഭൈരവൻ തന്ത്രം പറയാണ്, നിങ്ങൾ വിശ്വാസത്തിന്റെ തലത്ത് നിന്ന് പുറത്തേക്ക് പോകാനാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ തലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ, ഹൃദയത്തിലേക്ക് വരാനാണ് പറഞ്ഞത്. ഹൃദയമാണ്, ഹൃദയം സെന്ററാണ്. എല്ലാ മനുഷ്യനും ഒരു കേന്ദ്രമുണ്ട്. എല്ലാ ജീവനും ഒരു കേന്ദ്രം, ഒരു കേന്ദ്ര സ്ഥാനമുണ്ട്. നോക്കൂ, രമണ മഹർഷി പറയുന്നത് ഹൃദയവിദ്യ. മഹർഷി ഹൃദയത്തിലാണ് സമാധി കൊടുത്തത്. ഹൃദയത്തിലാണ്, അതുകൊണ്ട് ഹൃദയവിദ്യ എന്ന് തന്നെ വിളിച്ചത്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലാണ്, അല്ലെ? അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, സർവഭൂതങ്ങളിലും ഞാൻ ഹൃദയത്തിലിരിക്കുന്നു അർജുന. എല്ലാ ഭൂതങ്ങളിലും ഞാൻ എവിടെ ഇരിക്കുന്നു? ഹൃദയത്തിലാണ്. ഈശ്വര സർവഭൂതാനാം ആ മസ്തിഷ്കത്തിൽ ഇരിക്കുന്നു എന്നല്ല, മസ്തിഷ്കേ തിഷ്ഠതി എന്ന് പറഞ്ഞില്ല, പറഞ്ഞോ? മസ്തിഷ്ക ദേശത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞോ? ഇല്ല. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി, അല്ലേ? അർജുന, ഹൃദയത്തിലിരിക്കുന്നു, ഞാൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ആ ഹൃദയത്തിലേക്ക് വരാനാണ് തന്ത്രം പഠിപ്പിക്കുന്നത്, വിജ്ഞാന ഭൈരവ തന്ത്രം പഠിപ്പിക്കുന്നത്. ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഓഷോ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. എനിക്കൊന്ന് വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് വിജ്ഞാന ഭൈരവ തന്ത്രത്തെ ആസ്പദമാക്കി എഴുതിയ വലിയ ബുക്ക്, അത്ര വലിയ ബുക്കാണ്. ഞാൻ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ എനിക്ക് തന്നിട്ട് ഞാൻ അതെന്റെ ബെഡിന്റെ സൈഡിൽ തന്നെ വെച്ച് വായിക്കുമായിരുന്നു. അപ്പൊ അച്ഛന്റെ അനിയൻ ഒരു ദിവസം ഇത് വന്നിട്ട് കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു, ഓനെ പോക്ക് ഭയങ്കര മോശമാണ്, ഇപ്പൊ എന്താ ഓഷോനൊക്കെയാ വായിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഓഷോന് സെക്സ് ഗുരു എന്നുള്ളൊരു പേരുണ്ടല്ലോ, പേര് ദോഷം ഉണ്ടല്ലോ. അപ്പൊ ആ വഴിക്കാണ് പോകുന്നത് എന്ന് കാണിച്ച സൂചന കൊടുത്തതാണ്. കാരണം ഓഷോന്റെ പുസ്തകങ്ങളുടെ പേര് അതൊക്കെയാണ്. സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ്. ഓഷോ അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാനേ ഈ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ, അതൊക്കെ വേറെ പുസ്തകത്തിൽ ഞങ്ങൾ വാങ്ങി വിഡ്ഢിയാവണ്ട എന്ന് അതിൽ പറയുന്നുണ്ട്. അതുപോലെ ആ അതിലാ പറഞ്ഞു തോന്നുന്നത്, ബുക്ക് ഓഫ് സീക്രട്സിലാണ് പറഞ്ഞത്. ബുക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ എവിടെയോ. ബുക്ക് ഓഫ് സീക്രട്സിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അല്ല, അദ്ദേഹം പൈത്തഗോറസിനെ കുറിച്ച് പറയുന്നുണ്ട്. വെസ്റ്റേൺ സമൂഹത്തിൽ, പാശ്ചാത്യ സമൂഹത്തിൽ അറിവിന്റെ വലിയ വിസ്ഫോടനം ഉണ്ടാക്കുകയും മിസ്റ്റിസിസത്തെ കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് പൈത്തഗോറസ്. പൈത്തഗോറസിനെ നമുക്കൊക്കെ അറിയുന്നത് ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ്, അല്ലെ? ഒരു ഗണിതജ്ഞനും ശാസ്ത്രജ്ഞനും ഒരു ജ്യോമിതിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരാളൊക്കെ ആയിട്ടാണ് പൈത്തഗോറസിനെ നമ്മൾ അറിയുന്നത്. പക്ഷെ അതിനപ്പുറത്ത് പൈത്തഗോറസ് ഒരു യോഗിയായിരുന്നു എന്ന് പലർക്കും അറിഞ്ഞൂടാ. ഒരു മഹായോഗിയായിരുന്നു പൈത്തഗോറസ്. എനിക്കൊന്ന് ഓഷോന്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഫിലോസഫി ആ പെരനിയ എന്ന് പറഞ്ഞ പുസ്തകം തോന്നുന്നു. അതിൽ പൈത്തഗോറസിനെ കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. പൈത്തഗോറിയൻ മതം ഉണ്ടായിരുന്നു, എലൂസിയൻ മാജിക് എന്നൊക്കെ പറയും. ഈജിപ്തിൽ ഒക്കെ ഉണ്ടായിരുന്ന, ഈജിപ്തിൽ നിന്ന് അത് പഠിക്കുകയും പിന്നെ എലൂസിസിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു.
അങ്ങനെയുള്ള പൈത്തഗോറസ് ഒരിക്കലും ഈജിപ്തിലുള്ള ഒരു വളരെ ഗുപ്ത താന്ത്രിക സംഘത്തിനെ അതിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പക്ഷെ പറയുന്നു. പൈത്തഗോറസ് അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറയും, എനിക്ക് ഇവിടേക്ക് മെമ്പർഷിപ്പ് തരണം, എന്നെ ഇവിടെ പഠിപ്പിക്കണം, എന്നെ ഇതിൽ ദീക്ഷിതനാക്കണം, ഇനിഷ്യേറ്ററി ഓർഡറാണ്, എന്നെ ദീക്ഷിതനാക്കണം എന്ന് പറയും. അപ്പൊ അവർ പറയും, ഓ അതിനെന്താ, ഞങ്ങൾക്ക് അങ്ങനെ പ്രയാസമൊന്നുമില്ല, ഇത് പഠിക്കാൻ വരുന്ന ആരെയും ഞങ്ങൾ തടയാറില്ല, ഏത് വിദ്യയും എവിടെ നിന്നും പഠിക്കാവുന്നതാണ്, എന്നൊരു സംശയമില്ല, നിങ്ങൾ 41 ദിവസം ഉപവാസം ഇരിക്കണം. എന്ത് വേണം? 41 ദിവസം ഉപവാസം ഇരിക്കണം. പിന്നെയോ, ഞങ്ങൾ പറയുന്ന പോലെ ശ്വസിക്കണം. അതൊരു വല്ലാത്ത പരിപാടിയാണല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഫ്രീ ആയിട്ട് ജനിക്കുമ്പോൾ മുതൽ അറിയുന്ന പരിപാടിയാണ് ഈ ശ്വസിക്കാൻ. പക്ഷേ ഒരു യോഗ ഗുരു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, വലിക്കൂ, നിർത്തൂ, വിടൂ, ഇപ്പൊ വലിക്കൂ, ഇപ്പൊ നിർത്തൂ, ഇപ്പൊ വിടൂ, ഇപ്പൊ വലിക്കൂ, ഇപ്പൊ നിർത്തൂ, ഇപ്പൊ വിടൂ, ആ പൈസ ഓട്ടെ. അല്ലേ? നമുക്ക് ജന്മനാ അറിയാം ശ്വാസം വലിക്കാനും വിടാനും. പക്ഷെ ഒരാള് വന്നിട്ട് ശ്വാസം വലിക്കാനും വിടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മര്യാദയ്ക്ക് ശ്വസിക്കാൻ പോലും അറിയാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. അല്ലേ? നമ്മൾ ശ്വസനക്രിയകളൊക്കെ പഠിക്കാൻ പോകുന്നില്ലേ? ശ്വസനക്രിയ പഠിക്കാൻ, പ്രാണായാമം പഠിക്കാൻ പോവാ. ലോകത്ത് ഏതെങ്കിലും പട്ടിയോ കുറുക്കനോ ഒക്കെ അത് പ്രാണായാമം പഠിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അതിനൊക്കെ ശ്വസിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാം. കൃത്യമായി ശ്വസിക്കാനും അതെന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. നമുക്ക് ശ്വസിക്കാൻ പോലും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാന്നാണ് എന്റെ സത്യം. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ശ്വസിക്കൂ, 41 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പൊ പൈത്തഗോറസ് പറഞ്ഞു, ഞാൻ അറിവ് തേടിയാണ് ഇവിടെ വന്നത്, ശ്വാസമൊക്കെ വലിക്കാൻ എനിക്ക് പണ്ടേ അറിയാം, വെസ്റ്റേൺ റാഷണാലിറ്റി, ശ്വാസമൊക്കെ വലിക്കാൻ എനിക്ക് പണ്ടേ അറിയാം, പട്ടിണി കിടക്കുക, ഇവിടെ വന്നിട്ട് ഞാൻ അറിവ് തേടിയിട്ടാ വന്നത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ അറിവ് തേടിയാ വന്നെങ്കിൽ നിങ്ങൾ കടക്ക് പുറത്ത്, അറിവ് ഇവിടെ കൊടുക്കുന്നില്ല, ജ്ഞാനം ഇവിടെ കൊടുക്കുന്നില്ല. ജ്ഞാനം നിങ്ങളെ അന്ധനാക്കുകയും വിവരദോഷിയാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇത്തിരി എന്തെങ്കിലും അറിവ് ഉണ്ടായോ, നിങ്ങൾ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെടും. ഞാൻ അങ്ങനെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ തുടങ്ങും. ഫേസ്ബുക്കിലൊക്കെയാണ്, ഭയങ്കര ഉപദ്രവമാണ് ജ്ഞാനികളെ കൊണ്ട്. ജ്ഞാനികളെ തട്ടി നടക്കാൻ വയ്യാണ്ടായിട്ട് ജ്ഞാനികൾ കത്തിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബാക്കിയുള്ളവരെ കുത്തിക്കൊല്ലാൻ. ആലോചിച്ച് നോക്കൂ. അല്ലേ? നമ്മുടെ അറിവ് കൊണ്ട് മറ്റൊരാളെ അറക്കുക, ആ പണിയല്ല ഇവിടുത്തെ പരിപാടി. അതുകൊണ്ട് അറിവ് ഇവിടെ നിന്ന് തരുന്നില്ല, അറിവ് കൊണ്ട് നിങ്ങൾ നശിച്ചു പോവുള്ളൂ. ശൈവം പറയുന്ന തന്നെ ഉണ്ട്, ജ്ഞാനം ബന്ധ, നിങ്ങൾക്ക് അറിവുണ്ടായ കഴിഞ്ഞു കയറാം. അപ്പൊ ഉള്ള അറിവൊക്കെ പോട്ടെ, സെൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അറിവ്, ഒരാൾക്ക് എന്റർടൈൻമെന്റ് കിട്ടി, സെൻ മാസ്റ്റർ അയാൾ എന്താ ചെയ്ത്, സർവ്വ പുസ്തകം എടുത്ത് തീ കൊടുത്തു, പഠിച്ചൊക്കെ മറന്നോട്ടെ എന്ന് പറഞ്ഞു. ഒക്കെ എല്ലാം മറന്നോട്ടെ, ഒന്നും വേണ്ട, പഠിച്ചൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. കാര്യം എന്താ? എന്തെങ്കിലും ലേണിംഗ് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അൺലേണിംഗ് ആണ് പ്രയാസം. സ്കൂളിംഗ് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഡീസ്കൂളിംഗ് ആണ് വേണ്ടതെന്ന് പറയും. നമ്മളൊക്കെ ഡീസ്കൂൾ ചെയ്യണം ഇനി. അല്ലേ? ഡീസ്കൂൾ ചെയ്യണം. അതുപോലെ പൈത്തഗോറസിനോട് പറഞ്ഞു ഡീസ്കൂൾ ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ഡീസ്കൂൾ ചെയ്യാൻ പറഞ്ഞേ? 41 ദിവസം ഉപവാസം എടുക്കുക, ഞങ്ങൾ പറഞ്ഞ പോലെ ശ്വസിക്കുക. പൈത്തഗോറസ് പറഞ്ഞു, ശരി, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇതൊക്കെ, എനിക്ക് മഹാവിദ്യകളൊക്കെ പഠിക്കണമെന്നുണ്ട്, എന്നെക്കൊണ്ടാണ് ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ മനസ്സില്ലാ മനസ്സോടുകൂടെ ഇത് ശീലിക്കാൻ തുടങ്ങി. 41 ദിവസം, 41 ദിവസം നമ്മളൊരു മണ്ഡലകാലാണെന്ന് ഓർക്കണം. വെറുതെ പറഞ്ഞല്ല ആ ഡേറ്റ്, ആ ദിവസം ഒരു മണ്ഡലകാലം അദ്ദേഹം ശ്വസനക്രിയകൾ പ്രാക്ടീസ് ചെയ്യുകയും ഈ പറയുന്ന ടെക്നിക്ക്, അത് ഭ്രൂമധ്യത്തിന്റെ മധ്യത്തിലുള്ള ഒരു ധാരണയെ കുറിച്ചാണ് പറയുന്നത്. ഒറ്റ മെഡിറ്റേറ്റീവ് ടെക്നിക്കാണ് പൈത്തഗോറസിന് പറഞ്ഞു കൊടുത്തത്. അത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയോ നാലാമത്തെ എന്തോ ടെക്നിക്കാണ്, ഞാൻ പരിവർത്തനത്തിന്റെ ധാരണയാണ്. ഒറ്റ ടെക്നിക്കാണ് പറഞ്ഞു കൊടുത്തത്, ഒറ്റ ധാരണയാണ് പറഞ്ഞു കൊടുത്തത്. 41 ദിവസം കഴിഞ്ഞപ്പോൾ പൈത്തഗോറസ് അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ 41 ദിവസം പൂർത്തിയാക്കി, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തോറ്റുപോയി. അവരോട് പറയാ. അവർ ചോദിച്ചു, എന്താ? പൈത്തഗോറസ് ആയിരുന്നു ഇവിടെ അഡ്മിഷൻ ചോദിച്ചു വന്നത്, ആ പൈത്തഗോറസ് മരിച്ചുപോയി. ആ പൈത്തഗോറസ് മരിച്ചുപോയി, ഞാനൊരു പുതിയ മനുഷ്യനാണ്, എന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റണം എന്ന് പറയുന്നു. ആ പുതിയ നവീനമായി പുനർജനിക്കപ്പെട്ട ആ മനുഷ്യനെയാണ് അവർ ഇൻഡക്ട് ചെയ്യുന്നത്. അവിടുന്നാണ് വെസ്റ്റേൺ സമൂഹം ആത്മവിദ്യയുടെ പൊരുളിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആത്മവിദ്യ എന്നൊരു സാധനം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പൈത്തഗോറസ് ഓരോന്ന് പറയാൻ തുടങ്ങി, ഇതൊക്കെ എവിടുന്ന് വരുന്നത് എന്ന് ഇവർക്ക് ചോദിക്കാൻ തുടങ്ങി. അവർ തെരഞ്ഞു വന്നു, എവിടെയാണ് അത്? ഈജിപ്തിൽ നിന്നാണ് വരുന്നത്. ഈജിപ്തുകാർക്ക് ഇത് എവിടുന്നാണ് കിട്ടിയത്? ഭാരത് നിന്നാണ്.
അങ്ങനെ വിശാലമായ ഒരു ആത്മജ്ഞാനത്തിന്റെ ഒരു പൊരുള് ഭാരതം ലോകത്തിന്റെ പല ഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. ലവത്സുയെ കുറിച്ച് പറയും. ലവത്സു താവോയുടെ ഒരു വലിയ മാസ്റ്ററാണ്, അല്ലെ? താവോ തെച്ചിങ്. താവോ തെച്ചിങ് എന്ന് പറഞ്ഞാൽ താവോയുടെ പാത. താവോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പാത എന്നാണ് അർത്ഥം. ധാവോ എന്നാ പറയാ. നമ്മൾ ധർമ്മം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് ധാവോ. പാത്തേ ഉള്ളൂ, ഡെസ്റ്റിനേഷൻ ഇല്ല. പാത്തേ ഉള്ളൂ, ഡെസ്റ്റിനേഷൻ ഇല്ല. നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാ. പാത്തേ ഉള്ളൂ, ഡെസ്റ്റിനേഷൻ ഇല്ല. കുറെ ആൾക്കാർ വന്നിട്ട് പറയും, നിങ്ങൾ സ്പിരിച്വലി പോകുന്ന പാത്ത് കറക്റ്റ് ആണോ? അപ്പൊ ഇയാൾക്ക് അറിയോ കറക്റ്റ് പാത്ത് ഏതാണ്? ഈ പറയുന്ന ആൾക്ക് അങ്ങനെ സ്പിരിച്വലി ഒരു കറക്റ്റ് പാത്ത് ഉണ്ടോ? വാട്ട് ഈസ് ദ കറക്റ്റ് പാത്ത്? എന്തിനാ ഞങ്ങൾ ഈ കറക്റ്റ്നെസ് എന്ന് വിളിക്കുന്നത്? അപ്പൊ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. പാത്താണ് ഡെസ്റ്റിനേഷൻ. പാത്ത്. അതുകൊണ്ടാണ് താവോ എന്ന വാക്കിനെ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനമല്ല, യാത്ര. നമ്മൾ ടൂറൊക്കെ പോവാറില്ലേ വീട്ടിൽ നിന്ന്? ടൂർ പോകും, ഊട്ടിക്ക് ടൂർ പോകും. ചില ആൾക്കാരുണ്ട് ടൂർ പോകും. ചില ആൾക്കാർ ഭയങ്കര പ്രശ്നക്കാരാ. അവരുടെ കൂടെ ടൂർ പോയാൽ നമ്മൾ കുടുങ്ങി. രാവിലെ 7:30 ഇറങ്ങണം. 7:30 ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. 7:30 ഇറങ്ങി. അപ്പൊ എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് അയ്യോ നല്ല ഭംഗിയുള്ള ഒരു തടാകം ഇവിടെ നിർത്തി. കറക്റ്റ് 5 മണിക്ക് അവിടെ എത്തേണ്ടാണ്. എവിടെ? ഊട്ടിയിൽ എത്തേണ്ടാണ്. അപ്പൊ തടാകം ഒന്നും കാണാൻ പറ്റില്ല. നേരെ ഊട്ടിയിലെത്തും. ഊട്ടിയിലെത്തിയിട്ടോ ഇനി 9 മണിയാകുമ്പോൾ തിരിച്ചു പോകണം. അങ്ങനെ ടൂർ പോകുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കൂടെയൊക്കെ ടൂർ പ്ലാനർമാരായിട്ട് അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ചോദിക്കും, എന്തിനാ നമ്മൾ ടൂർ പോയത്? യാത്ര എൻജോയ് ചെയ്യാതെ ടൂർ പോയിട്ടുണ്ട കാര്യം? നിങ്ങൾ ഊട്ടിയിൽ എത്തണ്ട. ഊട്ടിക്കാ പോയത്, ഊട്ടിയിൽ എത്തണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിന്റെ അടുത്തുള്ള ഒരു പുഴയുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു കാഴ്ച ആ പുഴയുടെ തീരത്ത് കണ്ടു. നിങ്ങൾ ടൂർ പോകാൻ വിചാരിച്ചവരൊക്കെ കൂടി അവിടെ ഇറങ്ങി. എന്നിട്ട് സന്തോഷമായി ആ കാഴ്ച കാണുകയും ഈ അനുഭവത്തെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആ ഊട്ടി വരെ വെറുതെ പോയതിനേക്കാളും അനുഭൂതിദായകമായിരിക്കും. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. കാര്യം നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് പിടിക്കാനുള്ള പണിയാണ്. തന്ത്രയിലൊക്കെ വരുമ്പോൾ ആളുകൾ പറയും, എന്റെ കുണ്ടലിനി എഴുന്നേറ്റിട്ട് സഹസ്രാരത്ത് പോയി മുട്ടി തിരിച്ചു വരും എന്നാണ് ഉപയോഗിക്കും. അപ്പൊ അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, അത് ശരി അങ്ങനെ ഉണ്ടല്ലേ. അതായത് കുണ്ടലിനി താഴെ നിന്ന് എഴുന്നേറ്റ് മുകളിൽ പോയി സഹസ്രാരത്തിലെത്തി അല്ലെ. ചില ആൾക്കാർ ചോദിക്കും, എന്റെ സ്പിരിച്വൽ പാത്ത് കറക്റ്റ് ആണോ? എന്റെ സ്പിരിച്വൽ ഗ്രോത്ത് കറക്റ്റ് ആണോ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബുദ്ധൻ പോയ വഴിക്കാണോ മഹാവീരൻ പോയത്? മഹാവീരൻ പോയ വഴിക്കാണോ കൃഷ്ണൻ പോയത്? കൃഷ്ണൻ പോയ വഴിക്കാണോ യേശു പോയത്? യേശു പോയ വഴിക്കാണോ ലാവോത്സു പോയത്? ലാവോത്സു പോയ വഴിക്കാണോ വേറെ എത്ര 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 മഹാത്മാക്കൾ ഇവരൊക്കെ പോയത്? ഇവർക്കൊക്കെ കിട്ടിയില്ലേ ഇത്? അപ്പൊ ഇവരൊക്കെ ഒരേ വഴിക്കാണ് പോയതെങ്കിൽ നമുക്ക് പറയാം, ഒരു സ്പിരിച്വൽ കറക്റ്റ് പാത്ത് ഉണ്ട്, അതിലെ എല്ലാവരും പോകണം. പല ആളുകൾ പല വഴിക്ക് പോയിട്ട് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അങ്ങനെ ഒരു കറക്റ്റ് പാത്ത് ഇല്ല എന്നാണ്. ഓരോ വ്യക്തിക്കും അവനവന്റെ പാത്താണ്. അവനവന്റെ പാത്താണ്. അപ്പൊ അവനവന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനൊരു ക്രമം വേണ്ടേ? അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിന്റെ പേര് സഹജത എന്നാണ്. എന്താണ്? സഹജത. സഹജാവബോധം ഉണ്ടാവുക വേണ്ടത്. സഹജാവബോധം ഉണ്ടാവുക, സഹജമായിരിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ക്രമമുണ്ട്, ഒരു പാത്ത് ഉണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ക്രമം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഓർഡർ തെറ്റുകയാണ്. ലവത്സുവിനെ കൺഫ്യൂഷ്യസ് കാണാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. കൺഫ്യൂഷ്യസ് ഈ ക്രമം ഉണ്ടാക്കുന്ന ഒരാളാണ്. ക്രമം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മഹാ അക്രമകാരികൾ എന്നാണ് പറയാം. ലോകത്ത് ക്രമം ഉണ്ടാക്കിക്കൊണ്ട് ഒരു അക്രമം ഉണ്ടാക്കും, അല്ലെ? ക്രമം അല്ലേ, നമുക്ക് അറിയാം. അങ്ങനത്തെ ആൾക്കാർ ധാരാളം പരിചയമുണ്ട്. വടി പിടിക്കുന്ന ആൾക്കാർ അനാവശ്യമായിട്ട് ക്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അവരവിടെ, അല്ലേ? ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ജീവിതം എന്ന് പറഞ്ഞൊരു ഫ്ലോ ആണ്. ക്രമം ആ ഫ്ലോന്റെ ഭാഗമാണെങ്കിൽ ഓക്കെയാ. ക്രമം ആ ഫ്ലോന്റെ ഭാഗമാണെങ്കിൽ ഓക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഒരു വളരെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരിക്കൽ ഒരു യാത്ര പോയ സമയത്ത്, നമ്മളെ ഒരു സ്വാഭാവികമായ സ്വഭാവമൊക്കെ കൊണ്ടുള്ള ചില അശ്രദ്ധയൊക്കെ ഉണ്ടാവുന്നതായിരിക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റോ എന്തോ ഒരു സാധനം ഒരു ഭാഗത്ത് ഇങ്ങനെ തെറ്റി വെച്ചു. സ്പൂണോ പ്ലേറ്റോ എന്തോ തെറ്റി വെച്ചു. അപ്പൊ അദ്ദേഹം അത് കണ്ടു. പ്രശ്നമൊന്നുമില്ല. എനിക്കത് പ്രശ്നമായി തോന്നിയില്ല. എനിക്കത് പ്രശ്നം തോന്നുന്നില്ല അങ്ങനെ തെറ്റി വെച്ചത്, മോശമാക്കി വെച്ചത്. അദ്ദേഹം ഞാൻ ശ്രദ്ധിക്കാതെ, ഞാൻ കണ്ടു, ഞാൻ ഇടം കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ ശ്രദ്ധിക്കാതെ ആ സാധനത്തെ നേരെയാക്കി അവിടെ വെച്ചു.
ഞാൻ നോക്കും. ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ വിഷയമല്ല. ഞാൻ ശ്രദ്ധിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ വിഷയമല്ല. അദ്ദേഹം ആ ക്രമത്തെ ഒന്ന് സ്വാഭാവികമായി ടച്ച് ചെയ്ത് നേരെയാക്കി പോയി. പക്ഷെ വേറെ എങ്ങനെയാ, ചില ആളുകൾ എങ്ങനെയാ, ഈ പ്ലേറ്റ് ആരാ അവിടെ വെച്ചത്, ഇതാരാ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭാര്യ കേൾക്കണ്ടേക്ക് ഒരിക്കലും. ഞാനും അവളുമായിട്ട് എന്നും പ്രശ്നം ഉണ്ടാവുന്ന കാര്യമാണ് ഈ വിഷയം. അത് എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാട്ടോ, അവളെ ഇതിനു കൊണ്ടുള്ള പ്രശ്നമല്ല. അപ്പൊ അത് തെറ്റുക എന്നുള്ളത് സ്വാഭാവികമായും കറക്റ്റ് ചെയ്യുക എന്നുള്ളത് സഹജതയാണ്. ആ സഹജതയിലേക്ക് കൊണ്ടുവരാനാണ് വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്നത്. ഈ സഹജതയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് എല്ലാ മെന്റൽ ട്രിബുലേഷൻസും ഉണ്ടാവുന്നത്. എല്ലാവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാൻ കാരണം സഹജാവബോധത്തിൽ നമ്മൾ വിട്ടുപോകുന്നതാണ്. സഹജാവബോധം നമ്മൾ വിട്ട് 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 എത്ര അകലേക്ക് വന്നു അത്രയ്ക്ക് നിങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കാര്യം നമ്മൾ ആ കാമായിട്ടുള്ള ട്രാങ്ക്യുലായിട്ടുള്ള ആ സ്റ്റേറ്റിനെ നിന്ന് അകന്നകന്നകന്നകന്നു പോയി. നമുക്ക് വിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. വിജ്ഞാനപരതന്ത്രം ചെയ്യുന്ന ആകെ ഒരു പണിയാണ് ആ പുറത്തു പോയ ആളെ അകത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ. അതല്ല കേട്ടോ നിന്റെ സ്വരൂപം. നിന്റെ സ്വരൂപം ഇതാണ്. നീ ശബ്ദരാശിയിലാണോ നിന്റെ സ്വരൂപം? ദേവി ചോദിക്കുക. ഭഗവാൻ പറയാനല്ല. നവാത്മഘടനയിലാണോ നിന്റെ സ്വരൂപം? അല്ല. എന്താ നവാത്മഘടന? നാമവ്യൂഹം. രാമാനന്ദ്, ഷീബ, ശൈലജ, പ്രസീത, അരുൺകുമാർ, ഇതൊക്കെ നാമഘടനയാണ്. ആന, പൂച്ച, കുതിര, മയില്, ഒട്ടകം, ബിൻലാദൻ, ഇറാൻ, അങ്ങനെയൊക്കെ അല്ലെ? ഇതൊക്കെ നാമഘടനയാണ്. ഇതാണോ നിന്റേത്? കുലഘടന. കുലഘടനയില്ല, കുലവ്യൂഹത്തിലാണോ നിന്റെ ഘടന? കാലവ്യൂഹം. സമയം, നിമിഷം, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, ഇതാണോ നീ? ഇതൊന്നുമല്ല നീ. ഇപ്പൊ നാമവ്യൂഹമല്ല, കുലവ്യൂഹമല്ല, കലാവ്യൂഹമല്ല, ഇങ്ങനെ നവാത്മ വ്യൂഹങ്ങളും അല്ല. പിന്നെ എന്താണ് നീ? ചോദ്യം. ശബ്ദരാശിയാണോ? കാണുന്നതിന് മുഴുവൻ ആ ആ ഈ ഉ ഊ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോന്നിന് പേരിടുന്നത്. ലാപ്ടോപ്പ്, ഫോണ്, അത്, ഇത്, മറ്റേത്, അങ്ങനെ ഇങ്ങനെ എല്ലാം. ഇതാണോ നീ? അല്ല. ഇതൊന്നും അല്ല നീ. അപ്പൊ ഡിഫൈൻ ചെയ്യാവുന്ന ഒരാളല്ല നീ. അപ്പൊ ഭഗവാൻ പറയും ഇതൊന്നുമല്ല ഞാൻ. നവാത്മഘടനയല്ല ഞാൻ. ഞാൻ എന്തല്ല? ഞാൻ ഈ നവാത്മഘടനയിലില്ല, ഞാൻ ശബ്ദരാശിയിലില്ല, ഞാൻ ഈ പറഞ്ഞതിലൊന്നുമില്ല. ഇനി നിനക്ക് വസിക്കാൻ ഒരു സ്ഥലമുണ്ടോ? നീ കൈലാസത്തിൽ ഇരിക്കുന്നവനാണോ? കൈലാസം ഒരു ദേശല്ലേ? ഞാൻ ദേശത്തിന് അതീതനാണ്. ഞാൻ ദേശത്തിന് അതീതനാണ്. നീ സത്യയുഗത്തിലുണ്ടായ ആളാണോ? നീ ദ്വാപരത്തിലുണ്ടായ ആളാണോ? നീ ത്രേതയിലോ ദ്വാപരത്തിലോ കലിയിലുള്ള ആളാണോ? അല്ല. ഞാൻ ഈ യുഗത്തിലൊന്നുമില്ല. ഞാൻ സമയത്തിലേ ഇല്ല. ഞാൻ സമയമില്ലായ്മയിലുള്ളത്. ഞാൻ ദേശമില്ലായ്മയിലുള്ളത്. ദേശമില്ലായ്മയിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടേക്കുള്ള യാത്രയ്ക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇല്ല. ദേശമുണ്ടാവുമ്പോൾ മാത്രമേ ഡെസ്റ്റിനേഷൻ ഉണ്ടാവൂ. കാലമുണ്ടാകുമ്പോൾ മാത്രമേ ഏത് കാലത്ത് എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നു. ദ മൊമെന്റ്, ഈ നിമിഷാണ്. എന്റെ കുണ്ഡലിനി പാമ്പ് ഉണരാൻ എത്ര കാലം ഞാൻ സാധന ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ തന്നെ നാം സാധന എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന് അകന്നുപോയി. എന്റെ കുണ്ഡലിനി പോട്ടെ, എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാവാൻ ഞാൻ ഏത് ദേശത്ത് പോയിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അതൊന്ന് അകന്നുപോയി. ഞാൻ ഈ പോകുന്ന വഴി കൂടെ പോയാൽ തന്നെ അതിലെത്തുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മളന്ന് അകന്നുപോയി. സ്പോണ്ടൈനിറ്റി മാത്രമാണ് അവിടുത്തെ വിഷയം. സ്പോണ്ടൈനിറ്റി. ഇതാ ഈ നിമിഷം, ഇപ്പം. നാളെ ഇല്ല. നാളെ കിട്ടുമോ? നാളെ നന്നാവാന്നാ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ദിവസം, അല്ലേ? എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഇന്ന് പോട്ടെ നാളെ നന്നാവാന്നാ. ഈ നാളെ ഒരിക്കലും സംഭവിക്കുന്നില്ല. നാളെ നന്നാവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായില്ലേ? രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ എന്തായാലും ഇങ്ങനെ പോട്ടെ നാളെ നന്നാവാം. അതങ്ങനെയാണ്. ഒരു ഇമ്മീഡിയറ്റ് നാളെ അല്ലെങ്കിൽ ഭാവിയിലുള്ള നാളെ. ചില ആൾക്കാർ പറയും ഇപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ, ജിമ്മിലൊക്കെ പോകാന്നത് ഇപ്പൊ വേണ്ട, കുറച്ചും കൂടിയൊക്കെ ജിമ്മിൽ പോയിട്ട് കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ പോവാം, നമുക്ക് ശരിയാക്കാം. ഇപ്പൊ പോവാ, ഇപ്പൊ വേണ്ട, ഇപ്പം പിന്നെ കുറെ വേറെ ഓരോ പരിപാടികളൊക്കെ.
അങ്ങനെയാണ്. ഇപ്പൊ ജപിക്കാൻ പറ്റുമോ? അല്ല, ഇപ്പൊ ജപിക്കണ്ട. ജപിക്കാൻ വേറെ കുറെ സാധനങ്ങളുണ്ട്. എന്താണ്? ആ ജപിക്കാൻ യന്ത്രം വരണം, മണ്ഡലം വരണം, ഇരിക്കണം, അതിന്റെ പൂജാമുറി സെറ്റ് ആക്കണം, പിന്നെ മറ്റേ ഇത് വിളക്ക് കത്തിക്കണം. അതൊന്നുമില്ല അതിനെക്കൊണ്ട്. അതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഒക്കെ നാളെ. ഈ നിമിഷം ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. സ്പോണ്ടൈനിറ്റിയാണ് ഭൈരവൻ എന്ന് വിളിക്കുന്നത്. സ്പോണ്ടൈനിറ്റി, ദിസ് മൊമെന്റ്, ഇവിടെ ഇപ്പോ ഈ നിമിഷം. അത് സാധ്യമാവുക എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. സ്പോണ്ടൈനിറ്റി പെട്ടെന്ന് സംഭവിക്കില്ല, അതാണ് അതിന്റെ രസം. ഇത് സഹജമാണ്, ഇത് ഇത്രയും സ്പോണ്ടേനിയസ് ആണെങ്കിലും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിലേക്ക് എത്തിച്ചേരാൻ. കാര്യം എന്താ? ഇതിന്ന് എത്രയോ അകലേക്ക് പോയി ഇതിന്ന് എത്രയോ അകലേക്ക് സഞ്ചരിച്ചു പോയി. അനുപായിക്ക് ഇത് ഈ നിമിഷ, അനുപായിക്ക് ഇത് ഈ നിമിഷാണ്. കൺഫ്യൂഷ്യസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. കൺഫ്യൂഷ്യസ് ഒരു നിയമം ഉണ്ടാക്കുന്ന ആളാണ്. ലവത്സുനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ലവത്സു, ശരി ഏത് തെറ്റേതെന്ന് പറഞ്ഞാലും. അപ്പൊ ലാവോത്സു ചോദിക്കുക, ശരിയും തെറ്റും അതെന്താ സാധനം എന്നാ? ശരിയും തെറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? ശരി തെറ്റ് എന്ന് പറഞ്ഞ രണ്ട് സാധനം ഉണ്ടോ? അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് സാധനം ഉണ്ടോ? അങ്ങനെ ഡിഫിനിഷൻ വന്നാൽ പിന്നെ ഇതിലെന്താ പൊരുളുള്ളത്? ഏതെങ്കിലും ഇഫ് ദർ ഇസ് എ, എന്താ പറയാ, ലവത്സു പറഞ്ഞ ഏറ്റവും ശക്തമായ ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ കണിക കൊണ്ടെങ്കിലും നിങ്ങൾ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, സ്വർഗത്തിൽ എന്നാ പറഞ്ഞത്, അത് സ്വർഗത്തിൽ വലിയ കാതങ്ങൾ നീണ്ടു നിൽക്കുന്ന ഡിവിഷൻ ആയിരിക്കും എന്നാ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഒരു ചെറിയ വര വരച്ചിട്ടെങ്കിലും ഒരു ഡിമാർക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അത് ശരി ഇത് തെറ്റെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആത്മജ്ഞാനത്തിന്, അതിൽ സ്വർഗത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മജ്ഞാനത്തിന്റെ ഭൂമികയിൽ നിങ്ങൾ വലിയ വ്യത്യാസത്തിൽ മാറിപ്പോയിരിക്കുന്നുണ്ടാവും. ശരി ഏത് തെറ്റേത് എന്നുള്ള ഒരു വര കൊണ്ടെങ്കിലും നിങ്ങൾ വരച്ച്. വിജ്ഞാനപരതന്ത്രത്തിന്റെ ലാസ്റ്റ് ടെക്നിക്ക് അതാണ്. ആരാണ് ശിവൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചെറുതായിട്ട് പറയാം. ശുദ്ധമെന്ന് കരുതുന്നത് അശുദ്ധമെന്നും, അശുദ്ധമെന്ന് കരുതുന്നത് ശുദ്ധമെന്നും കരുതുന്നവൻ ശിവൻ. വ്യാവസായാത്മിക ബുദ്ധി, വ്യവസായം ചെയ്യുന്ന ബുദ്ധി അവസാനിച്ചവൻ ആരോ അവൻ ശിവൻ. നമ്മൾ കുട്ടികളെ കുറിച്ച് പറയും. കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്. കുട്ടികൾ പ്യുവർ ആണെന്ന് പറയും. ശുദ്ധ ഹൃദയത്തിന് ഉടമകളാണ് കുട്ടികൾ. അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കുട്ടീനെ. കുട്ടികൾ ദേഷ്യം പിടിക്കും, കുട്ടികൾക്ക് ആവശ്യങ്ങളുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം ഷെയർ ചെയ്യൂല, വേറെ ജീവികളെ കല്ലെടുത്തെറിയും, ഇതൊക്കെ ചെയ്യും മനുഷ്യന്റെ കുട്ടികൾ. ഇപ്പൊ എന്റെ മോള് 5 വയസ്സായി. ഞാൻ ഇതിനെ ശുദ്ധാത്മാവായിട്ട് ഞാൻ തന്നെ ജനിച്ച മുതൽ ഇതുവരെ കണ്ടിട്ടില്ല. അത് എല്ലാവിധ ഞാൻ ചെയ്യുന്ന എല്ലാവിധ ദുഷ്ടതയും അത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ മോളെല്ലാം എനിക്ക് പറയാൻ പറ്റും, നിങ്ങളെ മോളെ പറഞ്ഞ് ഞങ്ങൾ ചീത്ത പറയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇത് എന്താ ഈ ആൾക്കാര്, പാവം കുട്ടികളിൽ ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നൊക്കെ പറയുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഒരു മുയലുണ്ട് വീട്ടിൽ. ആ മുയലിനെ ഞാൻ എടുത്തുകൊണ്ടോന്ന് കണ്ടപ്പോ എന്റെ കണ്ണിന്ന് വെള്ളം വന്നുപോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ പിടിക്കല്ലേ, മുയലിന് വേദനയാവൂലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ചെയ്യും നമ്മുടെ കുട്ടികൾ. നായ്ക്കുട്ടികളെ കല്ലെടുത്തറിയില്ലേ? അടുത്തുള്ള കുട്ടീനെ ഉപദ്രവിക്കൂലേ? ദേഷ്യം പിടിക്കൂലേ? അസൂയ കാണിക്കൂലേ? എല്ലാ സ്വഭാവവും ഇല്ലേ? പിന്നെ എന്താ അത്ര പ്യൂരിറ്റി? വാട്ട് ഇസ് ദാറ്റ്? എന്താ ചോദ്യം? ആ ചോദ്യത്തിൽ എന്താ എന്താ നമ്മൾ ആ ചോദ്യത്തിൽ നമ്മൾ പറയും, എന്താണ് ഇത്ര പ്യൂർ ആയിട്ടുള്ള കുട്ടികൾ? പ്യൂർ ആയിട്ടുള്ളത് ഒറ്റ കാര്യമാണ്: നിഷ്കളങ്കത. കുട്ടി അത് ചെയ്യുന്നത് നമ്മളെ പോലെയല്ല. മോള് മുയലിനെ എടുത്തുകൊണ്ടായപ്പോ ഓക്കെ അതിനെ കൂട്ടിലാക്കാന്നുള്ള ഉദ്ദേശമുള്ളൂ. അതിന് വേദനയാവുമോ എന്നുള്ള തോട്ട് അവൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവളെ തലയിൽ വരുന്നില്ല. അവളെ കയ്യിൽ നിന്ന് ഒരു നായ്ക്കുട്ടി വീണുപോയി. പെട്ടെന്ന് അവൾ കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തിനാ നീ കരയുന്ന? അയ്യോ അതിന് വേദനയായിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഭാര്യ പറയുന്നത് അത് നീ ചീത്ത പറയുന്ന വിചാരിച്ചിട്ടാണെന്ന്. പക്ഷെ അതിനല്ല. അവൾ അത് കഴിഞ്ഞിട്ട് അതിനെ പിടിച്ച് കുറെ ഉമ്മ കൊടുത്തു. ആ വേദന അവൾ ഹൃദയത്തിൽ കൊണ്ടു. ഡിഫറൻസ് ഇല്ല, ഒന്നിലും ഡിഫറൻസ് ഇല്ല. ആ ഡിഫറൻസ് പ്രായമാവുന്നതിനനുസരിച്ച് ഡിഫറൻസ് കൂടി ബുദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച് ശരി തെറ്റുകളുടെ അളവ് കോലുകൾ വർദ്ധിച്ച് 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 കുട്ടിയുടെ, നമ്മൾ പറഞ്ഞ ഇഗ്നറൻസ് ഉണ്ടല്ലോ, അതാണ് ഇന്നസെൻസ്. കുട്ടിയുടെ ഇഗ്നറൻസ് ഇന്നസെൻസ് ആണ്. ഒരു മഹായോഗിയുടെ മനസ്സ് ഒരു കുട്ടിയെ പോലെയാണ്. അയാൾക്ക് ശരിയില്ല തെറ്റില്ല.
ശിവനെ പോലെ. വിവേകമില്ല. വിവേകശൂന്യനാണ് ശിവൻ നടക്കി ഒരുക്കിയ നമ്മൾ ഒരു സാധനത്തിനെ വിവേചിക്കുന്നില്ല. ഇത് ശരി, അത് തെറ്റ്. അഘോരികളൊക്കെ നോക്കൂ, കുട്ടികളെ പോലെ. പേരൊക്കെ അഘോരികൾ എന്നങ്ങനെ ആള് പഠിച്ചു പോകും. പക്ഷെ നിങ്ങൾ ഇടപെട്ട് നോക്കണം, കുഞ്ഞുങ്ങളെ പോലത്തെ മനസ്സ്. കുഞ്ഞുങ്ങൾ, അവർക്കൊന്നിനും ഭേദമില്ല. മലം കൊടുത്താലും ബിരിയാണി കൊടുത്താലും ഒരേപോലെ കഴിക്കും. ഒരു വ്യത്യാസമില്ലാതെ മനസ്സ് ശരി തെറ്റുകളുടെ നൂലാമാലകളിൽ നമ്മളെ പെടുത്തുന്നില്ല. ഒരു ദിവസമെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ശരി തെറ്റുകൾ മാറിയാണ്ടല്ലോ, ഏറ്റവും ശാന്തസുന്ദരമായ ഒരു മനസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ശാന്തസുന്ദരമായ മനസ്സ്. രാവിലെ ആകുമ്പോൾ ശരി ചെയ്ത് തെറ്റ് ചെയ്ത്, ശരി ചെയ്ത് തെറ്റ്, അവനാണ്ട് ശരിയും തെറ്റല്ല, മറ്റുള്ളവരുടെ ശരിയും തെറ്റാണ്, അല്ലേ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക രാവിലെ ആകുമ്പോഴുള്ള പണിയത്, അല്ലേ? ആ തോട്ട് എപ്പ പോകുന്നു, എപ്പ തുടങ്ങി പോകുന്നു, അപ്പൊ നമ്മളില് ഈ ശാന്തത വന്ന് നിറയും. വിജ്ഞാന പരതന്ത്രം ഒരു മഹാ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങളെ നാളെ ശിവനാക്കി കൈലാസത്ത് കൊണ്ടിരുത്താൻ പോകുന്ന ടെക്സ്റ്റ് അല്ല. അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിച്ച് ഈ ക്ലാസ്സിൽ ചേരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ പോവാം. വിജ്ഞാന ഭൈരവതന്ത്രം നിങ്ങളുടെ അകമേയുള്ള ട്രാങ്ക്യുൽ ആയിട്ടുള്ള സെൽഫിനെ പരിചയപ്പെടുത്താനുള്ള കൃതിയാണ്. അതിനെയാണ് തന്ത്രം ശിവൻ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ശാന്തമായ, നിശ്ചലമായ ഒരു ജലാശയം പോലെ ഇരിക്കുന്ന, ഒന്നിനാലും ബാധിക്കപ്പെടാത്ത ഒരു ശാന്താവസ്ഥ നിങ്ങൾക്കുള്ളിലുണ്ട്. ആ ശാന്താവസ്ഥയെ അനുഭവിക്കാൻ പഠിപ്പിക്കുക മാത്രമാണ് വിജ്ഞാന പരതന്ത്രം. അത് മാത്രമാണ് വിജ്ഞാന പരതന്ത്രത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്ത്രങ്ങളെ നമ്മൾ, ആഗമങ്ങളെ, പൊതുവിൽ തന്ത്രങ്ങളെ നമ്മൾ ജ്ഞാനപാദം, ക്രിയാപാദം, ചര്യാപാദം, യോഗപാദം എന്ന് തിരിച്ചിട്ടുണ്ട്. ജ്ഞാനം നൽകുന്ന തന്ത്രങ്ങൾ. ജ്ഞാനം വേണം. എങ്ങനെയുള്ള ജ്ഞാനം? ആത്മജ്ഞാനത്തിന് ഉതകുന്ന ജ്ഞാനം. അവനവനെ ജ്ഞാനം കൊണ്ട് ഗുണമുള്ളൂ. അവനവന്റെ ഉള്ളിലാ ജ്ഞാനം വേണ്ടത്. അവനവന്റെ ഉള്ളിലാണ് ജ്ഞാനം വേണ്ടത്. ആ ജ്ഞാനം കൊണ്ടുള്ള ഗുണം എന്താ? ഈ അവസ്ഥ കിട്ടല. ഏതവസ്ഥ? ശാന്തമായ അവസ്ഥ. വരുന്നവനും പോകുന്നവനും ഒക്കെ കല്ലെടുത്തെറിഞ്ഞ തടാക ആവുന്ന മനസ്സല്ലാത്ത അവസ്ഥ, അല്ലേ? നമ്മുടെ ശാന്തത നശിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കും എന്നുള്ളതാണല്ലോ അവസ്ഥ, അല്ലേ? നമ്മുടെ ശാന്തത ആർക്കും നശിപ്പിക്കാൻ പറ്റും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവന് നശിപ്പിക്കാൻ പറ്റും. ഒരു ഫോൺ വിളിക്കുന്നവന് നശിപ്പിക്കാൻ പറ്റും. വീട്ടിന്റെ അപ്പുറത്തുള്ളവന് നശിപ്പിക്കാൻ പറ്റും. ആർക്ക് വേണം നമ്മളെ ശാന്തതയെ നശിപ്പിക്കാൻ പറ്റും. അവരുടെയൊക്കെ കരുണയിൽ ഇങ്ങനെ ജീവിക്കുക. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, ഹിമാലയത്തിൽ പോയി താമസിക്കാന്ന് വിചാരിച്ചാലോ, അപ്പൊ വാസനാരൂപത്തില് ഈ ശാന്തതയെ നശിപ്പിക്കുന്ന ആൾക്കാർ വരും. എന്നാലും ഞാൻ ഹിമാലയത്തിൽ വന്ന് താമസിക്കേണ്ട ഗതികേടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇവന്മാരൊക്കെ കൂടി ഉപദ്രവിച്ചിട്ടല്ലേ. ആലോചിച്ച് നോക്കൂ. അപ്പോഴും ഇവന്മാര് പോകുന്നില്ലേ? ഇവന്മാര് നമ്മളെ ഹൃദയത്തിൽ കയറി ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എവിടെ പോയാലും ശാന്തതയില്ലായ്മ. ആൾക്കാർ ഒരു സ്വസ്ഥമായിട്ടൊരു യാത്ര പോകണം. സ്വസ്ഥത ഉണ്ട്, പിന്നെ യാത്ര പോകുന്നത് എന്തിനാ? അവിടെ ഇരുന്നാ പോരെ. സ്വസ്ഥമാവാൻ യാത്ര പോകണം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. സ്വസ്ഥത ഉണ്ട്, പിന്നെ ഇവിടെ ഇരുന്നാ പോരെ, എവിടെ യാത്ര പോകണോ? ഓഷമൊക്കെ പറയുന്നുണ്ട് ചന്തയിൽ ധ്യാനിക്കുക. ചന്ത ഭയങ്കര ബഹളം നടക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ ധ്യാനി. അല്ലെങ്കിലോ, നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ടി വി ഓണാക്കി, ഞാൻ ധ്യാനിക്കാതിരിക്കുമ്പോൾ ടി വി ഓണാക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി സമയം ഞാൻ ജപിക്കുള്ളൂ. ആ സമയം ആ വീട്ടില് ശ്മശാന മൂകതയാ. കാരണം അമ്മ ജപിക്കാണ്. ആലോചിച്ച് നോക്കണം. കുട്ടികൾ മിണ്ടാൻ പാടില്ല, പക്ഷികൾ ചിലക്കാൻ പാടില്ല, നായ കുരയ്ക്കാൻ പാടില്ല, അച്ഛൻ ടി വി വെക്കാൻ പാടില്ല. ആകെ ശ്മശാന മൂകത. നമ്മളെ ധ്യാനം മറ്റുള്ളവന്റെ ഔദാര്യത്തിലാണ്. മറ്റുള്ളവൻ മിണ്ടാണ്ടിരുന്നാല് നമുക്ക് ധ്യാനിക്കാം. ആലോചിച്ച് നോക്കൂ. വലിയൊരു ഇതാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ട്രെയിനിലൊക്കെ പോകുന്ന സമയത്തെ നമ്മളിങ്ങനെ ഉറങ്ങാൻ നേരത്തായിരിക്കും ഒരു മനുഷ്യൻ ആ ട്രെയിനിൽ കയറുക. നമ്മളിപ്പോൾ ഉറങ്ങാന്ന് വെച്ചാൽ അയാളെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും.
സത്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെ തന്നെ ആലോചിച്ച് കിടന്നിറങ്ങിയത്. പക്ഷെ ഇയാളിതിപ്പോ നിർത്തുവോ? ഇയാളിപ്പോ നിർത്തുവോ? കൂർക്കം വലിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഇയാളിപ്പോ ഇത് നിർത്തുവോ? ഇയാളിപ്പോ ഇത് നിർത്തുവോ? പിന്നെ അയാളുടെ കൂർക്കം വലിയുടെ ട്യൂണിങ് ആണ് നമ്മളെ ഉറക്കത്തിന്റെ. ആലോചിച്ച് നോക്കൂ. എത്ര അനുഭവം ഉണ്ടായിട്ടില്ലേ? എത്രയോ തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫോൺ ഓണാക്കി ഉറക്ക വർത്താനം ഇവരൊക്കെ ഔദാര്യത്തിലാണ് നമ്മുടെ ഉറക്കം പോലും ഇരിക്കുന്നത്. നേരെ മറിച്ച് അതൊന്നൊക്കെ മനസ്സ് കട്ട് ചെയ്തിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഒന്ന് കടന്നു നോക്കൂ. ഞാൻ അനുഭവിച്ച് ശീലിച്ച കാര്യമാട്ടോ ഈ പറയുന്നത്. എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ചില ആൾക്കാരെ. അപ്പൊ എന്റെ വളരെ അടുത്ത സുഹൃത്തുണ്ട്. അവർ ട്രെയിനിൽ കയറിയാൽ അപ്പൊ ഞാൻ പറയും, ഇന്ന് അടുത്ത ആരോ ഉണ്ടോ എന്ന് ചോദിക്കുന്നേ. കാര്യം ഇവരെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് ഒരാൾ കൂർക്കം വലിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവർക്കാണ് കൃത്യം ഒരു അടുത്ത സീറ്റിൽ ആളും കിട്ടും. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇയാൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു നിമിഷം കണ്ണടച്ചിട്ട് എന്ത് നല്ല മനോഹരമായ ഒരു യാത്രയിൽ നിവർന്ന് കിടക്കാനുള്ള ഒരു അവസരം തന്നില്ലേ, ആ അവസരത്തെ മാത്രം ഒന്ന് സ്മരിച്ച് കിടന്നു നോക്കൂ. വെറുതെ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഉറങ്ങും. നിങ്ങൾ ആ കൂർക്കം വലി കേൾക്കില്ല. എന്താ പ്രോസസ്സ്? എന്താ പ്രോസസ്സ്? ഒരു ധ്യാനാണ്. എന്താ ധ്യാനം? നിങ്ങളുടെ പുറമേക്ക് സഞ്ചരിച്ച ആ കരണങ്ങളെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുവരിക? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കരുണ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക നിങ്ങളെ. ശാന്തസുന്ദരമായിട്ട് നിങ്ങൾ ഉറങ്ങും. ഒരു ഉപദ്രവം ഉണ്ടാവില്ല. വെറുതെ ടെക്നിക്ക്. ഇത് ജീവിതത്തിൽ ഉപയോഗമാണല്ലോ ഇതിനെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. ട്രെയിനിൽ പോകുമ്പോൾ ഉറങ്ങണം, അതിനൊക്കെയുള്ള അവസരങ്ങളിലാണല്ലോ. ഒന്ന് ചെയ്തു നോക്കൂ. അടുത്ത തവണ യാത്ര പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് വിജയിക്കുന്നില്ലേ എന്ന് നിങ്ങൾ ആലോചിച്ചു. കരുണ, അല്ലെങ്കിൽ ഗ്രേസ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ഈ പറയുന്ന വികാരങ്ങൾ അഷ്ടാവക്രം പറയുന്ന കാര്യങ്ങളാ. ക്ഷമ, ആർജവം, ദയ, തോഷം. ക്ഷമ, ആർജവം, ദയ, തോഷം, സന്തോഷം. ഇതിനെ പീയൂഷം കുടിക്കുന്നവര്, അമൃത് കുടിക്കുന്നവര് കുടിച്ചാലും എന്നാ പറയാം. ഇതിനെ അമൃത് കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റിയാൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിതായി. പക്ഷെ ആ പ്രോസസ്സ് എല്ലാവർക്കും എളുപ്പത്തിൽ സംഭവിക്കുന്നതല്ല. കാരണം ആ യാത്ര, ഈ സെന്ററിൽ നിന്നുള്ള യാത്ര കുറെ ദൂരേക്ക് പോയിട്ടുണ്ട്. അനുപായിക്ക് ഇപ്പൊ സംഭവിക്കുന്നത്. കൺഫ്യൂഷ്യസിന്റെ ഈ ചോദ്യത്തിന് ലാവോസ് ഉത്തരം പറഞ്ഞ ഏതാണ് ശരി ഏതാ തെറ്റെന്നാ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാ. നിങ്ങളൊന്ന് പറഞ്ഞു തരും ഏതാണ് ശരി. അപ്പൊ അതിലെന്താ തെറ്റ്, അതിലെന്താ ശരി എന്നാണ് ലാവോസ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഡിസോർഡർ ഉണ്ടാക്കാൻ വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷ്യസ് കലമ്പി തെറ്റി പോവാണ് ലാവോത്സിനോട്. ശിഷ്യന്മാര് കൺഫ്യൂഷ്യസ് വന്ന ഉടനെ ചോദിക്കുന്നു, ലാവോത്സുയെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അപ്പൊ കൺഫ്യൂഷ്യസ് പറയാ, അയാള് മനുഷ്യനല്ല, അയാളൊരു വ്യാളിയാണ്. അയാൾ അടുത്തൊന്നും പോയി പെടണ്ട, അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടോ. രക്ഷപ്പെട്ടോളാന്നാ പറയുന്നത്. നിങ്ങളുടെ ആളുകൾ ആർക്കും മനസ്സിലാവില്ല. ഒരു വളരെ ഡേഞ്ചറസ് ആണ്. ഓഷോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഹ്യൂമൻ ബീങ് ലിവ്ഡ് ഓൺ എർത്ത് സിൻസ് ജീസസ് ക്രൈസ്റ്റ്. ആലോചിച്ച് നോക്കണം. എന്തിനാ യേശുവിനെ കുരിശിൽ അടിച്ചു കൊന്നത്? എന്തിനാ സോക്രട്ടീസിന് വിഷം കൊടുത്തത്? എന്തിനാണ് ഓഷോയെ അവിടുന്ന് ഓടിച്ചിട്ടത്? എന്തിനാണ് മൻസൂർ അൽഹാജിന്റെ തലവെട്ടാൻ നോക്കിയത്? എന്തിനാണ് നാരായണ ഗുരുവിനെ നാട്ടുകാർ ഉപദ്രവിച്ചത്? ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും ലോകത്തിനോട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവർ സഹജാവബോധത്തെ പുൽകാൻ പറയാ മാത്രമേ. അത് നമുക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നുന്നു. കാരണം ഇതൊരു ടഫസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. വിശേഷപ്പെട്ട ജ്ഞാനത്തെ, അതാണ് വിജ്ഞാനം. ആ വിശേഷപ്പെട്ട ജ്ഞാനം എന്താണ്? നിങ്ങൾ ഭൈരവനാണെന്നുള്ളതാണ്. അത് പഠിപ്പിക്കുന്ന തന്ത്രം എന്നാണ് ഇതിന്റെ പേര്. വിശേഷപ്പെട്ട ജ്ഞാനത്തെ, അതായത് നിങ്ങൾ ഭൈരവൻ ആണ് എന്ന വിശേഷപ്പെട്ട ജ്ഞാനത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന തന്ത്രത്തിന്റെ പേരാണ് വിജ്ഞാന ഭൈരവ തന്ത്രം. അതുകൊണ്ട് മഹാമഹേശ്വര അഭിനവഗുപ്താചാര്യനൊക്കെ ഇന്ന് ശിവവിജ്ഞാനോപനിഷത്ത് എന്നാണ് വിളിച്ചത്. ശിവവിജ്ഞാനോപനിഷത്ത് ശിവവിജ്ഞാനത്തെ ഉപദേശിക്കുന്നത്. ചെറിയ പരിപാടിയൊന്നും, ശിവനെ അറിയാ, ശിവനെ ഉപാസിക്കുക, ശിവന് പൂജ ചെയ്യൊന്നുമല്ല. ശിവവിജ്ഞാനത്തെ അനുഭവിപ്പിക്കുന്ന ശാസ്ത്രം എന്ന് ചുരുക്കം. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടെക്നിക്കുകൾ എടുത്ത് അത് കൊണ്ടുപോയി
ബുദ്ധന്മാരായ ആളുകൾ എത്രയുണ്ട്? പൈത്തഗോറസിന്റെ കഥ ഞാൻ പറഞ്ഞു. രാഹുലൻ, ബുദ്ധന്റെ മകൻ, ബുദ്ധസംഘത്തിൽ ചേരുന്ന സമയത്ത് ബുദ്ധനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മകൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ എന്തൊക്കെയാ പഠിക്കേണ്ടത്? നീ ഒന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞു. നീ പ്രത്യേകിച്ച് ഒന്നും പഠിക്കണ്ട. എന്നിട്ട് മോദ്ഗലാനെയും സരിപുത്തനെയും ഏർപ്പാടാക്കി. എന്തിന്? ഒരേ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചാൽ. എന്താ? ശ്വസനക്രിയ. വിജ്ഞാനപരതന്ത്രത്തിലെ 1ഉം 2ഉം ടെക്നിക്ക് ഇത് മാത്രം നീ ശീലിച്ചാൽ മതി. എന്നിട്ട് പറയാണ്, മൊദ്ഗലാനയും സരിപുത്തനും പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ബുദ്ധനായത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കൂ. ഡിവോഷൻ വേണം, ഭക്തി വേണം. ഇതൊരു ടെക്നിക്കല്ല. ഇതിൽ ഭക്തി മിക്സ് ചെയ്താൽ മാത്രമേ അത് സംഭവിക്കൂ. സഹജാവബോധം ഭക്തിയിലൂടെ മാത്രമേ സംഭവിക്കൂ. 1+1 2 അങ്ങനെ കിട്ടൂല. ഇതൊരു കവിതയാണ്. ഇത് ഒരു കവിതയാണ്. ഇത് എന്തല്ല, ഇതൊരു ഗദ്യല്ല. ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഇതിന്റെ അകത്ത് ഒരു ഒഴുക്കുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിലേക്ക് എത്തലാണ് പ്രയാസം. ആ ഫ്ലോയിലേക്ക് എത്തല് എന്തിലൂടെ പറ്റുള്ളൂ? ഭക്തിയിലൂടെ പറ്റും. ഏത് ഭക്തിയിലൂടെ? അത് പരമശിവനോടുള്ള ഭക്തിയിലൂടെ. അതാരാ? അത് ഞാൻ തന്നെയാ. അവനവനോടുള്ള അദമ്യമായ പ്രേമം, ആ പ്രേമത്തിലൂടെ മാത്രമേ ഇത് സംഭവിക്കൂ. അവനവനോട് പ്രേമമില്ലാത്തവരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവുക. മനസ്സിലായില്ലേ? അവനവനോട് പ്രേമമുള്ള ഒരാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകില്ല. കാര്യം എന്താ? മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ചെന്താ പറയാ? അപ്പൊ നമ്മളെ സമാധാനം പോകും. പോസിറ്റീവ് സെൽഫിഷ്നെസ് എന്ന് വേണം പറയാ. ബി പോസിറ്റീവ്ലി സെൽഫിഷ്. പോസിറ്റീവ്ലി സെൽഫിഷ്. എന്താ പോസിറ്റീവ്ലി സെൽഫിഷ്? അവനവന്റെ ശാന്തത മറ്റൊരു കാര്യത്തിലും ഇടപെട്ട് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ എത്ര മനോഹരമായി ലോകം. ബഷീർ പറഞ്ഞ പോലെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ എൻ്റെ അടുത്തൊരു മാർഗമുണ്ട്. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? എല്ലാവർക്കും വട്ടച്ചൊറി വരണം എന്നാണ് ബഷീറൈന് പറഞ്ഞത്. അതെന്താ? പിന്നെ അത് മാന്തി ഇരുന്നോളൂല്ലോ. അത് നല്ല സുഖമുള്ള പരിപാടിയല്ലേ? അപ്പൊ അവനെ വട്ടച്ചൊറി ഈ ഒരു റിംഗ് വേം ഇല്ലേ, അത് വന്നു കഴിഞ്ഞാൽ അത് വന്നുള്ളവർക്ക് അറിയാം. അതിങ്ങനെ ചൊറിഞ്ഞിരിക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ബാക്കിയുള്ളവനെ ഉപദ്രവിക്കാൻ ചൊറിയാൻ തോന്നൂല. അവനവൻ തന്നെ ഈ എല്ലാവർക്കും രസികൻ വട്ടച്ചൊറി വന്നു കഴിഞ്ഞാല് ആ എന്ത് രസമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. പറയുമ്പോ ബഷീർ ആവുമ്പോ നമ്മൾ നോക്കൂ, അതൊരു സൂഫി തോട്ടാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ്. അത് ബഷീർ വട്ടച്ചൊറി എന്ന് പറഞ്ഞുള്ളൂ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. ഇതെന്താ എന്റെ പൊരുൾ? എന്താ? അവനവന്റെ ആത്മസുഖം പരന്റെ സുഖാണെന്നാ. മനസ്സിലായില്ലേ? അവനവന്റെ ആത്മസുഖം പരന്റെ സുഖമാണ്. നിങ്ങൾ സ്വസ്ഥവും ശാന്തവുമായിട്ട് നിങ്ങളെ വീട്ടിലിരുന്നാൽ നിങ്ങളെ വീട്ടിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ സ്വസ്ഥവും ശാന്തമായിട്ട് ഒരു ഗ്രാമത്തിലിരുന്ന ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ പ്രശ്നക്കാർ നമ്മളാന്നാ. എങ്ങനെയാ പ്രശ്നക്കാർ നമ്മളാവുന്നത്? എല്ലാവരുടെ പ്രശ്നവും നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശാന്തത കളഞ്ഞുകൊണ്ട് ആ അശാന്തി പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത് നമ്മളാണ്. ബുദ്ധ ഫീൽഡിനെ കുറിച്ചൊക്കെ പണ്ട് ഓഷോ പറയായിരുന്നു. കുറെ തവണ ഓഷോയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ബുദ്ധനായിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് മുഴുവൻ ഒരു ബുദ്ധ ഫീൽഡ് ഉണ്ടായി വരും. അവിടെ ചുറ്റും ശാന്തിയും സാരള്യവും ഉണ്ടാവും, സരളതയുണ്ടാവും. സരളത ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. വിജ്ഞാനഭൈരതന്ത്രം ഒരു ബലം പിടുത്തത്തിന്റെയും പരിപാടിയല്ല, സരളതയാണ്. സരളമായി എങ്ങനെ അതുകൊണ്ടാണ് ശിവവിജ്ഞാനോപനിഷത്ത് എന്ന് പറയുന്നത്. അതിനൊരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാം, ഉപായങ്ങൾ സ്വീകരിക്കാം. ആണവമായ ഉപായം സ്വീകരിക്കാം, ഉപാധി വെച്ചിട്ടുള്ള ഉപായം സ്വീകരിക്കാം. നിങ്ങൾക്കൊരു സ്ഥാനപരികൽപ്പന, നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോയിന്റിനെ, പർട്ടിക്കുലർ പോയിന്റിനെ നോക്കിക്കൊണ്ട് അവിടെ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് നമുക്ക് ശീലിക്കാം ആണവോപായം. ശരി, അങ്ങനെ സ്ഥാനപരികൽപ്പനയാണ്. വിഗ്രഹത്തെ നോക്കാൻ താല്പര്യമില്ല, ശരീരത്തിലുള്ള സ്ഥലത്ത് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു മന്ത്രത്തിന്റെ ഇത് കേൾക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്.
ഞങ്ങൾ മാനസികമായിട്ട് അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ശരി, മനസ്സിൽ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകാം ശാക്തോപായം. മനസ്സൊക്കെ ഒരു ചെറിയ ഏർപ്പാടാണ്, മനസ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതിൽ ഉയരത്തിലേക്ക് പോകണം. അങ്ങനെ എന്താ, നിലവില് ബോധത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഉപായത്തെ സ്വീകരിക്കുക. ശാംഭവ ഉപായം. ഈ 3 ഉപായത്തെയും സ്വീകരിക്കാതിരിക്കുക. ഉപാധി രാഹിത്യമല്ല, ഉപാധിയെ സ്വീകരിക്കാതിരിക്കുന്ന അനുപായിയായിട്ട് മാറണം. ഉപാധിയെ സ്വീകരിക്കാതിരിക്കുന്ന അനുപായിയായിട്ട് മാറണം. എന്താ അനുപായി? അനുപായികൾക്ക് ഒരു ഉപായവും ഇല്ല, സ്വയമേ തന്നെ ശിവനാണ്. അങ്ങനെയായിട്ട് മാറും. അങ്ങനെയുള്ള ആണവ ശാക്ത ശാംഭവം എന്നീ പറയുന്ന 3 ഉപായങ്ങളിൽ പെടുന്ന 112 ധാരണകളെയാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിലൂടെ ശിവൻ പറയുന്നത്. ചില ധാരണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് അറിയാലോ, നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇതാണ് മനസ്സിലാക്കി തരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ, കുറെ സമയം കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഞാനല്ലാന്ന് തോന്നുമായിരുന്നു. പെട്ടെന്നൊരു ഡിറ്റാച്ച്മെന്റ് വരും ഈ ബോഡിയിൽ. ഇപ്പൊ 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 സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നുണ്ട് ചെറുതായിട്ട്. ഈ ബോഡിയിൽ പെട്ട ആളല്ല ഞാൻ. ഇതാര ഒരു 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 സെക് ഒരു എനിക്ക് എന്നെ കാണാൻ പറ്റും പുറത്തുനിന്ന്. അങ്ങനെ ഒരു പുറത്തു പോയിട്ട് ഇങ്ങനെ നോക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാനല്ലാത്ത, ഇതല്ലല്ലോ ഞാൻ എന്നുള്ളൊരു സാധനം വരും. അത് ഭയങ്കര ഭയാവഹമാണ്. ചെറിയ കുട്ടിയപ്പോൾ എനിക്ക് പേടിയാവും. കണ്ണാടി കുറെ നേരം നോക്കിക്കഴിഞ്ഞാൽ ഇതാരാത് കണ്ണാടിയിൽ നിൽക്കുന്നത്, അങ്ങനെ തോന്നും. ഇതിനൊരു അച്ഛനും ഇതിനൊരു അമ്മയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ തോന്നും. അത് ഭയങ്കര പേടിയാ. അപ്പൊ തന്നെ പെട്ടെന്ന് കണ്ണാടിയിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഇങ്ങനെ മാറി വരും. വിജ്ഞാനപരതന്ത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ശിവാവസ്ഥയാണ്. ശിവാവസ്ഥ വരാൻ പോകുമ്പോൾ പേടിയാവുന്ന. എന്താ പേടിയാവുന്നത്? ഇൻഡിവിജ്വാലിറ്റി മരിച്ചു പോവുക, വ്യക്തിസത്ത മരിക്കാൻ പോവുക. വ്യക്തിസത്ത നമ്മൾ താലോലിച്ച് പൊന്നോമനയാക്കി കൊണ്ടുനടക്കുന്ന സാധന. ആ സാധനത്തിനൊന്നും വിടാൻ ആർക്കും താല്പര്യമില്ല. വെറുതെ പറയല്ലേ ശിവനാവാൻ ഇഷ്ടമുണ്ടെന്നൊക്കെ. ശിവനാവാനുള്ള ഒരു ഒരൊറ്റ ശിവന്റെ അവസ്ഥ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ഒന്നും വേണ്ട നാളെ ആക്കാൻ അറിയും. എന്താ കാര്യം? വ്യക്തിസത്തയെ നമുക്ക് അത്ര ഇഷ്ടാ. എത്ര ദുരിതം ഉണ്ടെങ്കിലും ഇത് ഇഷ്ടാ. എത്ര ദുരിതം ഉണ്ടെങ്കിലും ഇത് ഇഷ്ടാ. ഞാൻ ഏതോ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു. ആ, സൗന്ദര്യേതി ക്ലാസ്സിൽ പറഞ്ഞല്ലേ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ ഫിലോമിന പ്രാർത്ഥിക്കുന്നൊരിതാണ്. നല്ല കഞ്ഞി, നല്ല ഭക്ഷണം, നെയ്യ് ഒഴിച്ച കഞ്ഞിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കുടിക്കാനുള്ളപ്പോ എന്തിനാ ഞാൻ ഈ നരകവാരുതിന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നത്? ഇത്തരത്തിലുള്ള കുറെ ഒരുപാട് ഹിപ്പോക്രസീസ് നമ്മൾ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തന്ത്രം നിങ്ങളെ ഇവിടുന്ന് എങ്ങോട്ടേക്കും കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ജീവിതത്തെ അനർത്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല, അർത്ഥസമ്പുഷ്ടമാക്കാൻ ഉദ്ദേശിക്കും. കാരണം തന്ത്രത്തെ സംബന്ധിച്ച് ഈ ലോകം എത്രമേൽ യാഥാർത്ഥ്യമാണോ ആയിട്ട് അനുഭവപ്പെടുന്നു, അത് അത്രമേൽ യാഥാർത്ഥ്യമാണ്. അത് ഒരു ഇല്യൂഷനോ ഒരു ഇതൊന്നും ആയിട്ടില്ല തന്ത്രം പറയുന്നത്. ദിസ് ഇസ് ഓൾ റിയൽ. ഇവിടെ നിങ്ങൾ പൂർണാർത്ഥത്തിൽ ഇതിനെ അനുഭവിക്കുകയാണ് വേണ്ടത് ഈ ലോകത്ത്. അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതിന്റെ അകത്തുനിന്നുള്ള വിടുതൽ സാധ്യമാണ്. ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. അയാൾക്കത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അയാൾ സഹജമായി തന്നെ അയാൾ അതിൽ നിന്ന് പുറത്താണ്. നമ്മളെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ മതി. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് നമുക്ക് ഈ എന്താണ് ഷുഗർ കാൻഡി ഇഷ്ടമാണ്. ഷുഗർ കാൻഡിക്ക് വേണ്ടി നമ്മൾ അടികൂടിയിട്ടുണ്ടാവും, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമ്മളെ കയ്യിലുള്ള കാശ് കൊണ്ട് എത്ര ഷുഗർ കാൻഡി വേണം വാങ്ങി തിന്നാം. പക്ഷെ നമ്മൾ എത്ര ഷുഗർ കാൻഡി വാങ്ങി തിന്നുന്നുണ്ട്? നമ്മളൊരു ഷുഗർ കാൻഡി ഒരാൾ ഗിഫ്റ്റ് ചെയ്തു, അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും, വേറെ ആൾ പറഞ്ഞു എനിക്ക് തരുമെന്ന് വെച്ചാൽ അപ്പൊ തന്നെ കൊടുക്കൂലേ? ഒരു ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കൂലേ? കൊടുക്കാത്ത ആൾക്കാരുണ്ട് തോന്നിൻ്റെ അകത്ത്. ശരി, ഞാൻ കൊടുക്കും. കൊടുക്കും അല്ലേ? സുഖമായിട്ട് കൊടുക്കും ഇല്ലേ? എന്താ കൊടുക്കാൻ പറ്റുന്നത്?
എനിക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് പോയി. എന്തുകൊണ്ട് പോയി? ഞാൻ അതിനെ പൂർണ്ണാർത്ഥത്തിൽ അനുഭവിച്ചു പോയി. ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് വാങ്ങാൻ കിട്ടാനുള്ള യോഗമില്ല, കിട്ടാനുള്ള മാർഗവും ഇല്ല, കിട്ടാനുള്ള പൈസയില്ല. ആരോടെങ്കിലും അഭ്യർത്ഥിക്കണം. ഡിപ്പെൻഡൻസി ഉണ്ട്. ഡിപ്പെൻഡൻസിയാണ് ക്രേവിങ്ങിന്റെ കാരണം. ക്രേവിങ്ങിന് ഒരൊറ്റ കാരണമുള്ള ഡിപ്പെൻഡൻസിയാണ്. അലഭ്യമാവുമോ എന്നുള്ളതാണ് ക്രേവിങ്ങിന്റെ കാര്യം. എല്ലാ കാര്യത്തിലും അങ്ങനെയാ. ഭാര്യ ഭർത്താവിനോട് ഡിപ്പെൻഡന്റ് ആവുമ്പോൾ ജീവിതം പ്രയാസകരാണ്. ഭർത്താവ് ഭാര്യയോട് ഡിപ്പെൻഡന്റ് ആവുമ്പോൾ ജീവിതം പ്രയാസകരാണ്. എന്താ പ്രയാസകരം? ഇയാള് പോവോ, ഇയാള് പോവോ, യമ പോവോ, യമ പോവോ? അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിന്ത. ഇൻഡിപെൻഡൻസി വന്നാൽ കഴിഞ്ഞു. ഇൻഡിപെൻഡൻസി വന്നാൽ മനസ്സിലായി പോകൂല. ഇനി പോയാലും ഒന്നുമില്ല. പോയാലും ഒന്നുമില്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ, വിട്ടിട്ട് ഒരാളും പോകൂല. അതാണ് അതിന്റെ പ്രത്യേകത. പിടിച്ചു വെക്കുന്നവന്റെ അടുത്ത് നിന്നാണ് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ഉണ്ടാവുക. വിട്ടുകൊടുക്കുന്നവന്റെ അടുത്തേക്ക് ലോകം കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വരിക. നിസ്വന്മാരെ ലോക മഹാരാജാക്കന്മാരാക്കും. അതിലൊരു സംശയമില്ല. നിസ്വന്മാരെ. എനിക്കത് വേണ്ട, അങ്ങനെ പറ്റൂല, നിങ്ങൾ ഇത് വന്നേ പറ്റൂ. എനിക്ക് വേണ്ടല്ല, വേണ്ടായിട്ട് അല്ലല്ല, അത് പറ്റൂല, നിങ്ങൾ ഇവിടെ വന്നിരിക്കണം, എന്തായാലും വന്നിരിക്കണം, അല്ലേ? അങ്ങനെയാണ്. ആ ഇരിക്കുമ്പോഴും അയാൾക്ക് അതിൽ നിസ്വം ആണ്, അനുഭവിക്കുമ്പോഴും നിസ്വമാണ്. നിസ്വം, ആ വാക്ക് നോക്കൂ. എന്റേതല്ല. ഇതം ന മമ, ഇതെന്റെ അല്ല. ഇത് എന്റേതല്ല എന്ന് പറയണമെങ്കിൽ എല്ലാം എൻ്റെ ആന്ന് തോന്നണം. അപ്പോഴാണ് ഇത് എൻ്റെ അല്ല എന്ന് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ ശക്തിയോട് ശിവൻ പറയുന്നത്, ഞാൻ ഈ സർവപ്രപഞ്ചത്തെയും ഈ സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളാണ്. ആ ഞാൻ ആരാണ്? ഈ ഞാനാണ്. പക്ഷെ ഞാൻ സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിപ്പോ ഈ കസേരയിൽ ഇരുന്നിട്ട് ഈ സൂമിൽ ക്ലാസ് എടുക്കുന്ന ആളാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് സൂം കേട്ടിരിക്കുന്ന ആളാണെന്നാണ് തോന്നുന്നത്. അതിന്റെ അപ്പുറത്തുള്ള വ്യഷ്ടിബോധത്തിന്റെ അപ്പുറത്തുള്ള സമഷ്ടി എന്ത്? ആ സമഷ്ടിയെ ബോധ്യപ്പെടുതലാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിന്റെ ആകെ തുക. എന്തായാലും വളരെ ടെക്നിക്കലായ ഒരു ക്ലാസ് എടുക്കേണ്ടെന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിച്ചാണ്. ഇത് തന്നെ ടെക്നിക്കലായ ഒരു ടെക്സ്റ്റ് അല്ല, പിന്നെ എന്തിനാ ഈ ടെക്നിക്കലായ ക്ലാസ് എടുക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആഗമങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വിജ്ഞാന ഭൈരവതന്ത്രത്തിന്റെ ഡെഫിനേഷനെ കുറിച്ചും അതിലെത്ര ഉപായങ്ങളുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ വലിയൊരു യാത്രയാണ്. ഓരോ തവണ വിജ്ഞാന ഭൈരവതന്ത്രം എടുക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോഴും, ഞാൻ ക്ലാസ് ആയിട്ട് രണ്ടാമത്താണ് അവിടെ എടുക്കുന്നത്, അല്ലാതെ പുറത്തൊക്കെ എടുക്കുമ്പോഴും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, പോസിറ്റീവ്ലി സെൽഫിഷ് ആയിട്ടാണ് ഈ ക്ലാസ് എടുക്കാറ്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറയട്ടെ. വേർ ആർ അതേഴ്സ്, മറ്റുള്ളവരില്ല ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്നോട് തന്നെ പറയുന്ന ക്ലാസ് ആണിത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണാർത്ഥത്തിൽ ആ ക്ലാസ് അങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരി, എല്ലാ ദിവസവും 8 മണിക്കാണ് ക്ലാസ്. നാളെ ഉണ്ടെന്നാ തോന്നുന്നത്. നാളെ അല്ലേ വിഷ്ണു? നാളെ എടുക്കാം നമുക്ക്, ഒരു ദിവസം അതെടുക്കാം. ഗ്യാപ്പ്. നാളെ എടുക്കാം. അപ്പം എല്ലാ ദിവസവും 8 മണിക്കാണ്, 8 to 9 മണി വരെ. ഇന്ന് ഒരു 5 മിനിറ്റ് അധികം പോയി. എല്ലാ ദിവസവും ഒരു ഒന്നോ രണ്ടോ ധാരണകൾ നമുക്ക് പരിശീലിക്കാം. ശ്രദ്ധയോടെ പരിശീലിക്കേണ്ടതാണ്. ക്ലാസ്സിൽ പരിശീലിക്കാൻ പഠിച്ചാലും നിങ്ങൾ അല്ലാത്ത സമയത്ത് സ്വസ്ഥമായിരുന്നു പരിശീലിക്കണം. പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തുണ്ടാക്കരുത്, ഒരു ഒരു ബലംപിടുത്തം ഉണ്ടാക്കരുത്. എംബഡ് ചെയ്യണം അത്. അതാണ് എംബഡ് ചെയ്യാന്ന് പറയും. നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് എംബഡ് ചെയ്യണം ജീവിതമായിട്ട്. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അത് ചിലപ്പം ചില ആൾക്കാർ, എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോയപ്പം എന്നോട് ചോദിച്ചു, രാത്രി ജപിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ ജപിക്കുന്നുണ്ട്.
ഞാൻ ഒരു രാത്രി വളരെ ലേറ്റ് ആയിട്ട് എണീറ്റ് ജപിക്കുന്നുണ്ട്. ആ, ഞാൻ പറഞ്ഞ ജപിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ച് ഇയാൾ എന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ പോവാണെന്ന്. ഇയാൾ പറയാം അതൊരു ചടങ്ങ് തീർക്കുന്ന പോലെയാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് അതെ, കാര്യം ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രത്യേക സമയത്ത് എഴുന്നേൽക്കുകയും ആ സമയത്ത് ജപിക്കുകയും ചെയ്യും. അത് അതെന്റെ ഓട്ടോമാറ്റിക് പ്രോസസ്സാ. അപ്പൊ അയാൾ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങുന്നതിനിടയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നു, ഭയങ്കര ജപാണ്. ജപിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ കലാപരിപാടികളൊന്നും ചെയ്യാതെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അയാൾ വിചാരിക്കുന്നത് അതൊരു ഒരു ചടങ്ങ് തീർക്കല്ലേ എന്നാ. അപ്പൊ ഞാൻ പറഞ്ഞ അതെ, അത് എനിക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ ജീവിതത്തിൽ അയ്യോ ഇതിനു വേണ്ടി ഒരു സമയം അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നതല്ല. അത് എത്രയോ കാലത്തെ ഒരു പ്രാക്ടീസ് കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കോൺഷ്യസ് പോലും അല്ല ചില സമയത്ത്. അതുമാണ് ശരി. ഇൻവോളണ്ടറി ആക്ഷനാ, ഇൻവോളണ്ടറിയാ. ഇപ്പൊ കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം. അതുപോലെ അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതുപോലെയുള്ള ഒരു ഇൻവോളണ്ടറി ആയിട്ട് മാറണം പ്രാക്ടീസ്. ശ്വാസത്തിന്റെ ഇടയിലെ ഗ്യാപ്പ് ശ്രദ്ധിക്കുക, അതൊരു ഇൻവോളണ്ടറി പ്രാക്ടീസാണ്. ആദ്യം വോളണ്ടറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചു കാലം വോളണ്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻവോളണ്ടറി ആവും. ആ ഇൻവോളണ്ടറി ആവുന്ന മൊമെന്റിൽ അത് നിങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമായി നടത്തും. അതിന്റെ മാറ്റം സഹജമായി സംഭവിക്കുന്നതാണ്. സഹജമായി സംഭവിക്കുന്നു. ജിമ്മിൽ പോകുന്ന ആൾക്കാർ ആദ്യം ആദ്യം എങ്ങനെയാ പോവുക? കഷ്ടാണ്. രാവിലെ ആകുമ്പോൾ ജിമ്മിൽ പോകണം, ഇത്ര സമയത്ത് ജിമ്മിൽ പോകണം, ഒന്ന് വെയിറ്റ് എടുക്കണം, അയ്യോ ഇഷ്ടല്ല പോവാൻ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ. പക്ഷെ 8:30 മണിയാകുമ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, 8:30 മുതൽ 9 മണി വരെ ജിമ്മ്, അല്ല 9:30 വരെ ഒരു മണിക്കൂർ ജിമ്മിൽ പോകാൻ തുടങ്ങി. പക്ഷെ അത് ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പം ഒരു ദിവസം ജിമ്മ് പോകുന്നില്ല, അല്ലെങ്കിൽ 2 ദിവസം ജിമ്മ് പോകുന്നില്ല, അപ്പൊ വെറുതെങ്കിലും ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്തു നോക്കും. ഓട്ടോമാറ്റിക്കാ ബോഡി ആ സിങ്ക്രണൈസേഷൻ സംഭവിച്ചു ബോഡിക്ക്. അയാൾ എന്ത് ചെയ്താലും അയാൾക്ക് ബോഡിയിൽ വർക്കൗട്ട് ചെയ്യും. എന്നാൽ ഞാനൊരു ഒരു പേപ്പറിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് വായിച്ചു. നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് മസിൽ ഉണ്ടാക്കാൻ പറ്റും അത്രേ. ആണേ. അതായത് നിങ്ങളൊരു ഡെഡ് ലിഫ്റ്റ് ചെയ്യുക, ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന അതേ അനുഭവം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ബ്രെയിനിന് കൊടുത്തോണ്ടെന്നാ ബ്രെയിൻ ഇത് തമ്മിൽ ഡിഫറൻസ് തിരിച്ചറിയില്ല എന്നാ പറയുന്നത്. ബ്രെയിൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന അതേ അനുഭവത്തെ ഉണ്ടാക്കുകയും എന്താണോ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള മസ്കുലർ സാധനം അതിലേക്ക് ഉള്ള സാധനം കൊടുക്കുന്ന ഒരു പഠനം പോലെ ഒരു ഇതിൽ വായിച്ചു. നോക്കൂ, ഇനിയിപ്പോ അതൊന്ന് പഠിച്ചാൽ എളുപ്പമായിരുന്നില്ലേ? അല്ലേ? നോക്കൂ, എത്ര എളുപ്പമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ. അതുപോലെ ഡെയിലി പ്രാക്ടീസിന്റെ എംബഡി ചെയ്യുക, ഡെയിലി പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് മാറ്റാം. അതുകൊണ്ട് ക്ലാസ്സിൽ നിങ്ങൾ ധാരണ പഠിച്ചാലും ധാരണ ഡെയിലി പ്രാക്ടീസ്, ഏതെങ്കിലും ഒരു ധാരണയിൽ നിങ്ങൾ ഹുക്കാവും. ഏതെങ്കിലും ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഭൈരവൻ ഡിസൈൻ ചെയ്ത ഒരു ധാരണ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിനോടുള്ള 112 പറഞ്ഞേ. അത് ഈ സർവ്വ 700 കോടി മനുഷ്യന്മാർക്കും കൂടി 112 ടെക്നിക്കേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ ഏതോ ഒന്നിലുണ്ട്. അപ്പൊ 112 പാറ്റേൺ ഉണ്ടാവുന്നതായിരിക്കും അതിന്റെ അർത്ഥം. ആ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഹുക്കായാൽ അതാണ് നിങ്ങളുടെ കീ ടു ഭൈരവാഹുട്ട്. ആ താക്കോൽ പിടിക്കുക. ആ താക്കോൽ പിന്നെ വിടരുത്. അത് നിങ്ങളെ സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. നിങ്ങൾ എന്ത് പഠിച്ചാലും അത് നിങ്ങളെ സ്പിരിച്വൽ പ്രാക്ടീസാണ്. അത് നിങ്ങളെ ഗൈഡ് ചെയ്യും, അതിലൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും വിജ്ഞാന പരമന്ത്രത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിന് പരാശക്തിയോടും പരമശിവനോടും ഒക്കെ എന്താ പറയാ. ആ, ശരി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ ശിവായ.